ഉടമ്പടി ലക്ഷക്കണക്കിന് മനുഷ്യർ ഇതിനകം തന്നെ അവരുടെ വിശ്വാസം ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞതാണ്. അതിൽ സംശയിക്കാതെ വിശ്വാസം ഇൻവെസ്റ്റ് ചെയ്തവരെല്ലാവരും തന്നെ അവർ ഇൻവെസ്റ്റ് ചെയ്ത തോതനുസരിച്ചുകൊണ്ട് വലിയ വലിയ നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ട്. ഇതിലെപ്പോഴും ഞാൻ ശ്രദ്ധിക്കുന്നത് എല്ലാ രാജ്യങ്ങളിലുമുള്ള മലയാളികൾ ഉടമ്പടി എടുത്തിട്ടുണ്ട്. കേരളത്തിൽ തന്നെ എല്ലാ സംസ്ഥാനങ്ങളിലുള്ള മലയാളികൾ എടുത്തിട്ടുണ്ടെങ്കിലും ചില സമയത്ത് ചില സാക്ഷ്യങ്ങളിൽ തൃശ്ശൂർക്കാർ മുന്നിൽ നിൽക്കും. നിങ്ങൾ സാക്ഷ്യങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാവും. ഞാനത് വളരെ നിശ്ചിതമായ രീതിയിൽ സാക്ഷ്യങ്ങൾ പരിശോധിച്ചിട്ടാണ് അങ്ങനെ ഒരു കമൻറ്റ് പാസ്സാക്കുന്നത്. ചില സാക്ഷ്യങ്ങളിൽ ഈ തൃശ്ശൂരിൽ നിന്നുള്ള ആൾക്കാർ അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുതലാണ്. ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വിശ്വസിച്ചില്ലെങ്കിൽ അവർ ഫ്ലാറ്റായിട്ട് വിശ്വസിക്കത്തില്ല. വിശ്വസിക്കുകയാണെങ്കിൽ പകുതി ഒരു കാല് പുറത്തും ഒരു കാലകത്തും അവരിടത്തില്ല. അതാണ് എനിക്ക് മനസ്സിലായത്. നമ്മൾ പോകാൻ വേണ്ടി ഇരിക്കുന്ന ആൾക്കാരില്ലേ, പകുതി ഇരിക്കുമല്ല, ഈ അരപ്രൈസിലൊക്കെ ഇരിക്കത്തില്ലേ, പോകാൻ വേണ്ടി ഇരിക്കുന്നവർ, അങ്ങനെ നമുക്ക് വിശ്വാസത്തിൽ സാധ്യമല്ല. പോകാൻ വേണ്ടി ഇരിക്കുന്നവർ നമുക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും. അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് കുറവായിരിക്കും, പ്രേക്ഷിത പ്രവർത്തനങ്ങൾ കുറവായിരിക്കും, പ്രാർത്ഥനാ ജീവിതം കുറവായിരിക്കും. അവരെപ്പോഴും ഇങ്ങനെ അവർ എടുത്ത നിയോഗത്തെക്കുറിച്ചുള്ള വിറവാദങ്ങളും വിറച്ചുതുള്ളലും മാത്രമേ ഉണ്ടാകത്തുള്ളൂ. എപ്പോഴും നിയോഗത്തെക്കുറിച്ച് അതിന് പാതി ഒരു കാല് പുറത്തും ഒരു കാലകത്തും എന്ന് പറഞ്ഞതിൻ്റെ അങ്ങനെ ഇരിക്കുന്ന ആൾക്കാരുണ്ട്. അതൊരു നല്ലൊരു 50% വരും. അപ്പം ചിലർ തന്നെ കൊണ്ട് പറ്റത്തില്ലെങ്കിൽ അത് ഫ്ലാറ്റായിട്ട് ചാപ്റ്റർ ക്ലോസ് ചെയ്ത് കളയും. ഇനി ചിലർ വല്ലാത്ത രീതിയിൽ അതിൻ്റെ അകത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നവൻ വിശ്വാസം പക്ക ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തും. മുമ്പും പുറകും നോക്കാതെ ഇൻവെസ്റ്റ് ചെയ്യും. ഒക്കുവോ, കിട്ടുമോ, കിട്ടത്തില്ലേ, അങ്ങനെ ഒന്നും നോക്കാതെ ദൈവത്തെ വളരെ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഞങ്ങൾ പഠിച്ചിരിക്കുന്ന തിയോളജിയാണ്. ശരിക്കും പഠിക്കേണ്ടത്, തിയോളജിയോടൊപ്പം പഠിക്കേണ്ടത് ഒരു ഡിവൈൻ എൻജിനീയറിംഗ് ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ അങ്ങനൊരു സബ്ജക്റ്റ് ഉണ്ട്. ഇന്ന് അല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ ഉണ്ടാകും. അത് എങ്ങനെയാണ് ദൈവമായിട്ട് എങ്ങനെയാണ് ഒരാൾ വ്യത്യസ്തമായ കാലാവസ്ഥയിൽ ദൈവമായിട്ട് കൊണ്ടും കൊടുത്തും പോകേണ്ടത് എങ്ങനെയെന്ന്, അതൊരു എൻജിനീയറിംഗ് ആണ് ശരിക്കും പറഞ്ഞാൽ. ദൈവത്തിൻ്റെ രീതി അനുസരിച്ചാണെങ്കിൽ തൻ്റെ ഭക്തൻ അല്ലെങ്കിൽ തൻ്റെ പങ്കാളി, ഇപ്പോൾ ഉടമ്പടിയിൽ ഭക്തനില്ലല്ലോ, പങ്കാളിയല്ലേ ഉള്ളത്. അപ്പം തൻ്റെ പങ്കാളി നീറ്റാണെങ്കിൽ, നീറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യസന്ധമായിട്ടാണ് ഇതിൻ്റെ തൻ്റെ പങ്കാളി ഉടമ്പടിയിൽ നിലനിൽക്കണമെങ്കിൽ ദൈവത്തിനുള്ള ഒരു നേട്ടമെന്ന് പറയണത് ദൈവം ഉദ്ദേശിക്കുന്നതെല്ലാം റിഫ്ലക്റ്റ് ചെയ്യാൻ പറ്റും. കാര്യം നമ്മളെ രക്ഷിക്കാനുള്ള ഒത്തിരി മാർഗങ്ങൾ, നമ്മൾ ഏത് അവസ്ഥയിൽ കിടന്നാലും നമ്മളെ ആ അവസ്ഥയ്ക്ക് പറ്റുന്ന രീതിയിൽ ഗൈഡ് ചെയ്യാനുള്ള ഒത്തിരി ഫെസിലിറ്റേഷൻസ് ആണ് ദൈവത്തിനുള്ളത്. നമ്മൾ ഏത് രീതിയിലുള്ള ജീവിതാവസ്ഥയിലാണ് ചെന്ന് പെട്ടിരിക്കണമെന്നുണ്ടെങ്കിലും അവിടുന്നെല്ലാം നമ്മൾക്ക് പറ്റുന്ന ഇൻസ്ട്രുമെൻ്റ് തന്നുകൊണ്ട് നമ്മളെ പെർട്ടിക്കുലർ ഗൈഡൻസ് നടത്താൻ ദൈവത്തിന് പറ്റും. പക്ഷേ ദൈവം ഇത് ചില ആൾക്കാർക്ക് ആപ്ലിക്കേറ്റ് ചെയ്യാത്തതിൻ്റെ കാരണം അവരിതുപോലെ നിൽക്കാം പോണേ പോകാമെന്നും പറഞ്ഞ് പകുതി ഒരു കാലകത്തും ഒരു കാലം പുറത്ത് വിട്ട് ഉടമ്പടി ചെയ്യുന്നത് കൊണ്ടാണ് അവർക്കങ്ങനെ വന്നത്. അപ്പം ഞാനെപ്പോഴും നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ നിങ്ങളെപ്പോഴും ശാസിക്കുക മാത്രമേ ചെയ്യത്തുള്ളൂ. നിങ്ങളെ സൂചിപ്പിക്കുകയൊന്നും ചെയ്യത്തില്ല. സാധാരണഗതിയിൽ ശാസിക്കുകയുള്ളൂ. അതിൻ്റെ കാരണം നമ്മൾക്കിവിടെ കസ്റ്റമർ കെയർ ഇല്ല. ഒരു ബിസിനസ് സ്ഥാപനമാണെങ്കിൽ ഇപ്പോൾ ബാങ്കുകാരൊക്കെ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ, ഞാൻ ബാങ്കിൽ ഇവിടെ എല്ലാം ബാങ്കിലൊക്കെ പോണത് ഇവിടുത്തെ ആൾക്കാരാണ് പോണത്, ഞാൻ പോകത്തില്ല.
പക്ഷെ പണ്ടൊക്കെ ഞാൻ എൻ്റെ ഇടവകയിരിക്കുമ്പോഴൊക്കെ ഇടവക്കാരത്തിന് ബാങ്കിൽ ചെല്ലുമ്പോൾ അവർ നമുക്ക് ചായയൊക്കെ തരും. ആദ്യം മേടിച്ച് കുടിച്ചായിരുന്നു, പിന്നീട് എൻ്റെ അത് തട്ടിപ്പ് മനസ്സിലായത്. അത് നമ്മൾ പൈസ ഇടാൻ ചെല്ലുമ്പോഴേ അവർ ചായ തരത്തുള്ളൂ, പൈസ എടുക്കാൻ ചെല്ലുമ്പോൾ അവർ അപ്പം അത് ചുമ്മയാണത്. ശരിക്കും പറഞ്ഞാൽ അതൊരു കസ്റ്റമർ കെയറാണ്, ബിസിനസ് പോകാതിരിക്കാൻ വേണ്ടി. നിങ്ങൾക്ക് അങ്ങനെ ഒരു സംഭവം ഇവിടെ ഇല്ല. നിങ്ങൾ അങ്ങനെ ആരെയും പ്രത്യേകിച്ച് കെയർ ചെയ്യുന്നില്ലല്ല, നോബഡി, ആരെയും കെയർ ചെയ്യത്തില്ല. ചില ബ്രദർമാർ അവരുടെ സ്വകാര്യ ആവശ്യത്തിന് വേണ്ടി ആൾക്കാരെ പാമ്പർ ചെയ്യും. അപ്പം തന്നെ നിങ്ങളെ ഏതെങ്കിലും ഒരു ബ്രദർ ഇവിടെ ഉള്ളത് നിങ്ങളോട് പ്രത്യേക താല്പര്യം കാണിച്ചാൽ നിങ്ങളോടുള്ള താല്പര്യം കാണിക്കണതെന്ന് ഓർത്തേക്കണം. അത് മനസ്സിലാക്കാനുള്ള കോമൺ സെൻസ് ഉണ്ട്. ഞാനിങ്ങനെയുള്ളവരെയൊക്കെ, അങ്ങനെയുള്ള ഒത്തിരി ആൾക്കാരിവിടെ ഉണ്ടായിരുന്നു, അവരൊക്കെ ഞാൻ വണ്ണായിട്ട് പെരുക്കി കളഞ്ഞ്. എന്താ കാര്യം, ഇവിടെ നമ്മൾ ആരെയും കെയർ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആരെയും അങ്ങനെ ആവശ്യമില്ലാതെ അവർക്ക് അറിയാൻ പാടില്ലെങ്കിൽ പറഞ്ഞു കൊടുക്കുക. ഒരു പേഴ്സണൽ ഇൻട്രസ്റ്റ് ആർക്കും കൊടുക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ആരെങ്കിലും പേഴ്സണൽ ഇൻട്രസ്റ്റ് നിങ്ങളോട് കാണിച്ചാൽ അവർക്ക് ഹീസ് നോട്ട് എ ബ്രദർ, അയാളുടെ ഒരു ചതിയനാണെന്ന് അപ്പം തന്നെ മനസ്സിലാക്കാനുള്ള കഴിവ് നിങ്ങൾക്ക് ഉണ്ടാകണം. നിങ്ങളോട് ആരെങ്കിലും ഒരു പേഴ്സണൽ ഇൻട്രസ്റ്റ് കാണിച്ചാൽ, കാര്യം ഇവിടുത്തെ കൊടുത്തിരിക്കുന്ന നിർദ്ദേശം നോ പേഴ്സണൽ ഇൻട്രസ്റ്റ് എന്നാണ്. നമുക്ക് കസ്റ്റമർ കെയർ ഇല്ല, നമുക്ക് എന്ത് കെയറാണ് ഉള്ളത്? കവനൻ്റ് കെയറാണ് ഉള്ളത്. അതാണ് വ്യത്യാസം. കസ്റ്റമറിനെ കെയർ ചെയ്യത്തില്ല, പക്ഷെ കസ്റ്റമർ കവനൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ കവനൻ്റ് കെയർ ചെയ്യും. കാര്യം കവനൻ്റ് എന്ന് പറയുന്നത് എന്താണ്? ഉടമ്പടി. അത് സത്യമായൊരു കാര്യമാണ്. ഞങ്ങളെ എന്തുമാത്രം ദൈവം സ്നേഹിച്ചിട്ടായിരിക്കും ഇങ്ങനെ ഒരു രഹസ്യം ഏൽപ്പിച്ചത് നിങ്ങൾക്കറിയാമല്ലേ? എന്തുമാത്രം ദൈവം. അപ്പം ഞാനും ഇപ്പം അച്ഛനായിട്ട് 40 കൊല്ലമായി. വന്ന വഴികളിലെല്ലാം സത്യസന്ധമായി തന്നെയാണ് വന്നത്. സത്യസന്ധമായി എന്ന് വെച്ചാൽ ദൈവത്തെ കൊണ്ട് തന്നെ മനുഷ്യൻ്റെ എല്ലാ വിഷയങ്ങൾക്കും പരിഹാരം ഉണ്ടാക്കണം. ദൈവത്തിനൊരു സബ്സ്റ്റിറ്റ്യൂഷൻ ഞാൻ എൻ്റെ ജീവിതത്തിൽ വെച്ച് പൊറുപ്പിച്ചിട്ടില്ല. അതൊരു നിലപാടിൻ്റെ ഭാഗമാണ്. ദൈവത്തിന് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ, ദൈവത്തിന് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ആ വിഷയം ദൈവഹിതമല്ലെങ്കിൽ, ദൈവഹിതം മാത്രം, അത് നെഗറ്റീവ് ആയാലും ദൈവഹിതം മാത്രം നിറവേറിയാൽ മതി എന്നാണ്. അതൊരു നിലപാടാണ്. അപ്പം ദൈവമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ചുമ്മാ IELTS അല്ലെങ്കിൽ വസ്തു വിൽപ്പന, വസ്തു ജപ്തി, പരീക്ഷ, ഇങ്ങനെയുള്ള പല വ്യഞ്ജനങ്ങളുമായിട്ട് മാത്രം ദൈവമായിട്ട് നമുക്ക് അധികം മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. പലവ്യഞ്ജന വ്യാപാരമായിട്ട് ദൈവമായിട്ട് അധികം നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ദൈവമായിട്ട് മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ദൈവം തന്നെയായിരിക്കണം അതിൻ്റെ പ്രധാനപ്പെട്ട ഘടകം. പിടികിട്ടിയ? ദൈവം തന്നെയായിരിക്കണം. അത് നിൻ്റെ വിഷയമായിരിക്കരുത്. നിൻ്റെ വിഷയം ഇന്നത്തത് നാളത്തത് മറ്റന്നാളത്തത് മാറി മാറി വരും, പക്ഷെ ദൈവത്തിന് മാറ്റമില്ല. അപ്പം അതുകൊണ്ട് ഫസ്റ്റ് പ്രയോറിറ്റി, അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഡെയിലി ബ്രെഡിൽ പറഞ്ഞത്, ഹെഡ് ടു ടെയിൽ അപ്രോച്ചാണ് എപ്പോഴും നല്ലത്. ടെയിൽ ടു ഹെഡ് അപ്രോച്ച് എന്ന് പറഞ്ഞ് റിജക്ഷൻ കൂടുമെന്ന് പറഞ്ഞായിരുന്നു ഇല്ലേ? നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോഴല്ലേ തലേന്ന് വായിൽ നിന്ന് താഴേക്കല്ലേ പോകുന്നത്, അത് ദഹിച്ച് ആരോഗ്യമായിട്ട് മാറും. പക്ഷേ താഴേന്ന് മേലോട്ട് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അത് ഛർദ്ദിലായിട്ട് മാറും, റിജക്ഷൻ ആവും അല്ലേ? അതാണ്. അപ്പോൾ എപ്പോഴും ദൈവത്തിന് തലയ്ക്ക് പ്രാധാന്യം കൊടുത്ത് വേണം നമ്മൾ, അത് നമ്മുടെ വയറിന് പ്രാധാന്യം കൊടുക്കരുത്. അതാണ് ടെയിൽ ടു ഹെഡ് എന്ന് പറയുന്നത്. വയറിന് ജോലി, വീട്, വിവാഹം, പ്രൊമോഷൻ, അങ്ങനെയുള്ള വയറ്റിപ്പഴപ്പ് വിഷയങ്ങൾക്ക് അമിത പ്രാധാന്യം കൊടുത്താൽ അതിൻ്റെ അർത്ഥം വയറിൽ നിന്നാണ് നമ്മൾ ഹെഡിലേക്ക് വരുന്നത്, ദൈവത്തിലേക്ക് വരുന്നത്. അങ്ങനെ വരുമ്പോൾ ഛർദിലാണ് അങ്ങനെ വരുന്നത്. വയറ്റിൽ നിന്ന് വായിലിട്ട് തന്നെ അങ്ങനെ ഛർദിലല്ലേ, റിജക്ഷൻ കൂടും. അപ്പോൾ റിജക്ഷൻ കൂടും. റിജക്ഷൻ വരരുത്, മറിച്ച് ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുത്തിട്ട് താഴേക്ക് വരണം. അപ്പോൾ എപ്പോഴും അത് എപ്പോഴും നമ്മൾ ആ ബാലൻസ് കീപ്പ് ചെയ്യുന്നുണ്ടെന്ന് നോക്കണം. ബാലൻസ് കീപ്പ് ചെയ്യുന്നുണ്ടെന്ന് നോക്കണം. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ദൈവത്തിന് ഇങ്ങോട്ട് തരാൻ, ബാലൻസ് ഇങ്ങോട്ട് തരാനുണ്ടാകണം. നമ്മളൊരു സാധനം വാങ്ങിക്കുമ്പോൾ, നമ്മൾ പൈസ കൊടുക്കുമ്പോൾ കടക്കാരൻ എണ്ണി നോക്കും, ഇതിൻ്റെ 2 രൂപ കുറവുണ്ടോയെന്ന് അയാൾ പറയാനായിട്ട് എവിടുത്തരുത്. അങ്ങനെ പറയണം, ഇതിൻ്റെ 2 രൂപ കൂടുതലുണ്ടല്ലോ എന്ന് പറയണം. മനസ്സിലായി? അതാണ് മാന്യമായ കച്ചവടം എന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ബിഷപ്പ്
ഞങ്ങളുടെ ബിഷപ്പ് ഞങ്ങൾക്കൊരു ക്രിസ്മസ് മെസ്സേജ് തന്നു. അപ്പോൾ ഡിവൈൻ കൊമേർച്ച എന്ന് പിതാവ് പറഞ്ഞു. അത് ഞാൻ പിതാവിനോട് എൻ്റെ ബാക്കിൽ വാക്ക് നല്ല ഉണ്ടായിരുന്നു. വിശുദ്ധ വിനിമയം, ദൈവമായിട്ടുള്ള ഇടപാടെല്ലാം വിശുദ്ധ വിനിമയമാണ്. വിശുദ്ധ വിനിമയത്തിൽ എപ്പോഴും വരണത് ഈ നമ്മൾ ഒരു കടക്കാരന് ഒരു സാധനം വാങ്ങി പൈസ കൊടുക്കുമ്പോൾ അയാൾ എണ്ണി നോക്കുമ്പോൾ 2 രൂപ കുറവുണ്ടല്ലോ എന്ന് അയാൾ പറഞ്ഞാൽ ഈ കസ്റ്റമർ ഒരു ഡിഫീറ്റഡ് പേഴ്സണാണ്. പക്ഷേ മറിച്ച് എന്താ ചെയ്യേണ്ടത്? ആ കടക്കാരൻ നമുക്ക് കൊടുത്ത പണം എണ്ണി നോക്കുമ്പോൾ നമുക്ക് വാങ്ങിച്ച സാധനത്തിനേക്കാൾ കൂടുതലായിരിക്കണം. അതാണ് മാന്യമായ ഒരു പൊസിഷൻ എന്ന് പറയുന്നത് ആധ്യാത്മിക ജീവിതത്തിൽ. നിങ്ങൾ വീട്, ജോലി, വിവാഹം എന്ന് പറയുമ്പോൾ നിങ്ങൾ നക്കാപ്പിച്ച 10 പത്രം കൊടുത്ത് അത്രേ ഉള്ളൂ അല്ലേ? ആശുപത്രിയിൽ പോയി ഒരു പൊതിച്ചോറ് കൊടുത്തു. ദൈവം നിങ്ങൾക്ക് തന്നതുമായിട്ട് നോക്കുമ്പോൾ നിങ്ങൾ കൂടുതലാണ് വാങ്ങിച്ചിരിക്കുന്നത്. ഈ ബിസിനസ് കുറച്ച് കഴിയുമ്പോൾ മുന്നോട്ട് പോകത്തില്ല. എപ്പം നോക്കിയാലും കഴിഞ്ഞ ദിവസങ്ങളിലെ അക്കൗണ്ടൻറ്റ് ജനറലിൻ്റെ സാക്ഷ്യം ഉണ്ടായി. അക്കൗണ്ടൻറ്റ് ജനറൽ, ഇതിൻ്റെ പേര് ജിയോ, സൗത്ത് ആഫ്രിക്കയിലാണ്, നമ്മുടെ നാട്ടുകാരനാണ്. അപ്പം അദ്ദേഹത്തിന് ഒരു വലിയ പ്രശ്നമുണ്ടായി. ഈ വലിയവർക്ക് വലിയ പ്രശ്നങ്ങളാണ്, ചെറിയവർക്ക് ചെറിയ പ്രശ്നങ്ങൾ. ആനയ്ക്ക് ആനത്തലയോളം ദുഃഖം, അണ്ണാനി അണ്ടിപ്പരിപ്പോളം ദുഃഖം. അപ്പോൾ വലിയവരുടെ ദുഃഖം എന്ന് പറയുന്നത് വലിയ ദുഃഖങ്ങളായിരിക്കും. ഇപ്പം ഈ അക്കൗണ്ട് ജനറൽ എന്ന് പറയുമ്പോൾ സ്റ്റേറ്റിൻ്റെ ആളാണേ. മിനിസ്റ്റർ കഴിഞ്ഞാലുള്ള ആ സൗത്ത് ആഫ്രിക്കയിലെ മിനിസ്റ്റർ കഴിഞ്ഞാലുള്ള പൊസിഷനിലിരിക്കുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹം ഈ പൊസിഷനിലേക്ക് പ്രൊമോട്ട് ചെയ്യപ്പെട്ട്, ആക്ടിങ് ആണ്, പ്രൊമോട്ട് ചെയ്യപ്പെട്ട് കഴിഞ്ഞപ്പോൾ അക്കൗണ്ട് ജനറലിൻ്റെ പൊസിഷനിലേക്ക് അദ്ദേഹം പ്രൊമോട്ട് ചെയ്യപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഒരു കാര്യം പുള്ളി അറിഞ്ഞിട്ട് അദ്ദേഹത്തിന് മുമ്പ് അവിടെ വർക്ക് ചെയ്തത് അദ്ദേഹത്തിന് പകരം 3 പേരാണ് വർക്ക് ചെയ്തിരുന്നത്. അവരുടെ കാലത്ത് വലിയ അലിഗേഷൻസ് ഉണ്ടായി, എന്നുവെച്ചാൽ അഴിമതികളുണ്ടായി. അപ്പം ഇദ്ദേഹമാണത് ഒപ്പിട്ട് ചാൻസ് ഈ തസ്തിക വാങ്ങിച്ചതല്ല, ആ തസ്തിക പുള്ളി അധികാരമേറ്റത് ഈ അഴിമതിക്കാരിൽ നിന്നാണ് അധികാരമേറ്റത്. അത് ഒപ്പിട്ട് അധികാരമേറ്റപ്പോൾ ലീഗലായിട്ട് അവർ ചെയ്തു വെച്ച എല്ലാ കള്ളത്തരത്തിനും പുള്ളി പ്രതിയായി. അത് വിഷയം അറിയാമല്ല, ഇത്രയും വലിയ പൊസിഷൻ നിന്നിട്ട് പിന്നെ നേരെ ജയിലിലോട്ടാണ് പോണത്. ഉടനെ ലീഗൽ ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങിയപ്പോൾ മറ്റേ 3 പേരും ഉടനെ രാജിവെച്ചിട്ടാണ് ഇയാളെ കയറ്റിയത്. അത് ഇങ്ങനെ ഒരു തട്ടിപ്പ് ഇതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നുള്ള കാര്യം ഇയാൾക്ക് അറിയത്തില്ലായിരുന്നു. സ്വാഭാവികമായ പ്രൊമോഷനാണെന്നും പറഞ്ഞ് അദ്ദേഹം അധികാരമേറ്റതാണ്. മറ്റവർ രാജിവെച്ച പോലെ അറിയത്തില്ല. ലീഗൽ ഇൻവെസ്റ്റിഗേഷൻ ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ അപ്പോയിൻ്റ് ചെയ്ത മന്ത്രിക്കും രാജിവെക്കേണ്ടി വന്നു. കാര്യം എന്താണ്? തെറ്റുകൾ ലീഗലായിട്ട് ശരിയായിട്ട് വന്നു, അഴിമതി നടന്നിട്ടുണ്ടെന്നുള്ളത് വ്യക്തമായി. അപ്പോൾ ഈ പഴയ ഡിപ്പാർട്ട്മെൻറ്റ് മൊത്തം രാജിവെച്ച് ഇങ്ങേര് കോടതിയും കേസായിട്ട് നടക്കുകയാണ്. കോടതിയും കേസായിട്ട് നടക്കുന്നതിനിടയ്ക്ക് ഇതിനുള്ളിൽ വേറൊരു സങ്കടകരമായൊരു ചതി നടന്ന് പുള്ളിയുടെ വക്കീൽമാർ 3 പേര് അദ്ദേഹത്തിൻ്റെ കോൺഫിഡൻഷ്യൽ ഡേറ്റ, ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വളരെ പ്രൈവറ്റായുള്ള സ്വകാര്യ ഡേറ്റകൾ ഇയാളുടെ ശമ്പളം വാങ്ങിക്കുന്ന വക്കീൽ തന്നെ ചോർത്തിയെടുത്ത് മറുപക്ഷത്തിന് കൊടുത്ത്. അപ്പം മനസ്സിലായി ഇയാൾ പെട്ടുപോകും, അകത്താവുമെന്ന് വിചാരിച്ചു. പുള്ളി അപ്പം തന്നെ 5 ദിവസത്തേക്ക് ലീവ് എടുത്ത് നേരെ ഇവിടെ വന്ന് മാതാവിൻ്റെ അടുത്ത് നിന്ന് ഉടമ്പടി എടുത്ത്. ഇപ്പം ഇങ്ങനെയൊക്കെ വരുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട, ഇപ്പോഴും ഈ ഉടമ്പടിയുടെ ഒരു ഗുണം കണ്ടില്ലേ? അപ്പോൾ ഇത് സാധാരണ ജീവിതക്കാർ തൊട്ട് ടോപ്പായിട്ടുള്ള മനുഷ്യർ വരെ അവർക്കൊരു ആപത്ത് വന്നാൽ അഭയം പ്രാപിക്കാൻ പറ്റിയ സ്ഥലമായി അമ്മ ഈ ഉടമ്പടിയെ ഉയർത്തിയിട്ടുണ്ട്. ഇനി രസം എന്താ വെച്ച് കഴിഞ്ഞാൽ
കൃപാസന അമ്മയുടെ പ്രവർത്തനങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഞെട്ടിപ്പോവും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം നിന്ന് പ്രവർത്തിക്കുന്നതിന് പകരമായിട്ടാണ് അമ്മ നമ്മുടെ കൂടെ ദൈവത്തിൻ്റെ ഒരു അംബാസിഡറെ പോലെ, പ്രതിനിധിയെപ്പോലെ നിൽക്കുക. അമ്മ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലായത് അനുഭവത്തിൽ നിന്ന് മനസ്സിലാകണത്, ആശയപരമായതിനേക്കാളുപരി അനുഭവത്തിൽ നിന്ന് മനസ്സിലാകണത് അമ്മ ദൈവത്തിൻ്റെ ഒരു പ്രതിനിധിയായിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. അതുകൊണ്ട് പല പ്രവർത്തനങ്ങളും, ദൈവപ്രവർത്തനങ്ങളും നടക്കുന്നത് അമ്മയുടെ ഒരു പരിപാലനയുടെ തണലിലാണ് ഈ സംഭവം നടക്കുന്നത്. ഇനി അമ്മയുമായിട്ട് ഉടമ്പടി എടുത്തപ്പോൾ തന്നെ ഉണ്ടായ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇയാളുടെ ഉടമ്പടി, ഇപ്പം നമ്മൾ അമ്മയെ സംബന്ധിച്ചുള്ളത് ഉടമ്പടി വെക്കുമ്പോൾ അറിയാൻ പറ്റും. അത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഉടമ്പടി വെക്കുമ്പോൾ തന്നെ, നിങ്ങൾ ഉടമ്പടി എഴുതുന്ന സമയത്ത് തന്നെ അത് ഉടമ്പടി ആകും. ആകണതിൻ്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ വിഷയങ്ങൾ ചെയ്യുമെന്ന് ദൈവത്തിനറിയാം. അപ്പം തന്നെ അത് ഉടമ്പടി ആകുകയാണ്. ഉടമ്പടി വർക്ക് ചെയ്യുന്നതിന് വിതിൻ നോ ടൈം മതി. നിങ്ങൾ എഴുതുന്ന സമയത്ത് തന്നെ ഉടമ്പടി വർക്കൗട്ട് ചെയ്യാം, വർക്കിംഗ് തുടങ്ങും. അത് സത്യസന്ധമാണെങ്കിലേ വർക്ക് തുടങ്ങത്തുള്ളൂ. അതാണ് ഇവിടുത്തെ വിഷയം എന്ന് പറയണത്. എഴുതണ എന്താണെന്ന് അറിയത്തില്ല. വീട്ടിൽ ചെല്ലുമ്പോൾ ഞാൻ അത് എഴുതിയായിരുന്ന, ഞാൻ എന്താണത് ഇനി ഉടമ്പടി ചെയ്യുമ്പോൾ ഞാൻ ആ ക്ലാസ്സിൻ്റെ സമയത്ത് ഞാൻ ഉറങ്ങിപ്പോയായിരുന്നു. എന്തൊക്കെ കേട്ടെന്നറിയാം. അപ്പോൾ അല്ലാതെ ഈ അലവലാദികൾ കുറേ എണ്ണം ഉടമ്പടി എടുത്തിട്ടുണ്ട്. അതാണ് ഉടമ്പടി ഒരു ശാപം എന്ന് പറയണത്. ചുമ്മാ വഴിപോക്കന്മാരും ഈ ആലപ്പുഴയിൽ നിന്ന് മകളെ കാണാൻ വേണ്ടി വേണം, ഇതാണ് കൃപാസനം, എന്നാൽ കയറി ഉടമ്പടി എടുത്തേക്കാൾ അങ്ങനെ കുറേ അലവലാതി ചേർത്തിമാർ ഉടമ്പടി എടുത്തിട്ടുണ്ട്. അവരൊക്കെ നമുക്ക് 8ൻ്റെ പണി തന്നുകൊണ്ടിരിക്കുകയും. കാര്യം വെച്ചാൽ അവരുടെ ഉടമ്പടി വിജയിക്കത്തില്ല. കാരണം ഉടമ്പടിയെ സംബന്ധിച്ചിടത്തോളം ഉടമ്പടി വെക്കുമ്പോൾ തന്നെ ആക്ഷനാകും. കാര്യം വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫോർമുല സത്യസന്ധമായതുകൊണ്ടാണ്. അവൻ പറയണത് പോലെ ചെയ്തോളാന്നല്ലേ നമ്മൾ പറയണത്. അപ്പം ദൈവത്തിന് നിങ്ങൾ എഴുതുമ്പോൾ തന്നെ അറിയാം നിങ്ങൾ ചെയ്യുക ഇല്ല എന്നുള്ളത്. നിങ്ങളെക്കൊണ്ട് നിങ്ങൾ ചിലർ മറന്നു പോകും, ചിലത് മാറ്റി വെക്കും. അങ്ങനെയല്ല സംഭവിക്കണത്. ചിലത് മറന്നു പോകും, ചിലത് നാളെ ചെയ്യാവേ ചെയ്യത്തില്ലെന്നൊന്നും പറയത്തില്ല. ചിലർ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ചെയ്യത്തില്ല. ചിലർ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം എടുത്ത് 21-28 എടുത്ത്. മത്തായി 21:28. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഒരു മനുഷ്യന് 2 പുത്രന്മാരുണ്ടായിരുന്നു. അവൻ ഒന്നാമന്റെ അടുത്ത് ചെന്ന് പറഞ്ഞു, മകനെ പോയി ഇന്ന് മുന്തിരിത്തോട്ടത്തിൽ ജോലി ചെയ്യുക. ഞാൻ പോകാമെന്ന് അവൻ പറഞ്ഞു. എങ്കിലും പോയില്ല. അവൻ രണ്ടാമത്തെ അടുത്ത് ചെന്ന് ഇതുതന്നെ പറഞ്ഞു. അവനാകട്ടെ എനിക്ക് മനസ്സില്ല എന്ന് പറഞ്ഞു. എങ്കിലും പിന്നീട് പശ്ചാത്തപിച്ച് അവൻ പോയി. അതെ വിഷയം കഴിഞ്ഞാൽ ചിലരിതുപോലെ ചെയ്യാമെന്ന് പറഞ്ഞാലും ഉടമ്പടി ചെയ്യത്തില്ല. പതുക്കെ ഉഴപ്പിയും താമസിപ്പിച്ചും. കാര്യം ഇതിൻ്റെ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ താമസിച്ച് ഘട്ടം ഘട്ടമായി ഒക്കുമ്പോൾ, സമയമൊക്കെ നോക്കി ഒക്കുമ്പോൾ ഒത്തൊക്കെ ചെയ്യണില്ലേ, ഈ ഉടമ്പടിയാണ് ഏറ്റവും ഡാമേജ് ആകണത്. അതായത് നമ്മൾ സമയമൊക്കെ നോക്കി കൊച്ചും ഉറങ്ങി, തള്ളയും ഉറങ്ങി, പിള്ളേർ പള്ളിക്കൂടത്തിൽ പോയി, ഇങ്ങനെ ഉള്ള പണികളെല്ലാം കഴിഞ്ഞതിന് ശേഷം അവസാനം വേസ്റ്റ് ടൈം വരും. അത് വിശ്രമ ടൈം അല്ല, വേസ്റ്റാണത് നിങ്ങളുടെ. ഈ വേസ്റ്റ് ടൈമാണ് കർത്താവിന് കൊടുക്കുന്നത്. കാര്യം ഇതിൽ 1-ാം സ്ഥാനം ഒന്നുമില്ല. കൊച്ചിനായിരുന്നു 1-ാം സ്ഥാനം, പിന്നെ ഭർത്താവിന്, പിന്നെ വീട്ടിലെ കാര്യത്തിന്. ഇതെല്ലാം കൂട്ടിയിട്ട് സ്വസ്ഥമായിട്ട് ഉടമ്പടിയുടെ കാര്യം ചെയ്യും. ദാറ്റ് ഇസ് നോൺസെൻസ്. ഇതിൻ്റെ സ്പീഡിലായി സംഭവിക്കുന്നത്, സത്യസന്ധത ഇരിക്കുന്ന സ്പീഡിലാണ്. എൻ്റെ അർത്ഥം എന്താണ്? ഭർത്താവിനേക്കാളും ദൈവത്തിന് കൊടുക്കണ കാര്യം എപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചേക്കണം. ദൈവത്തിന് കൊടുക്കണ കാര്യം, ഇപ്പം നമ്മൾ വീട്ടിലെ പട്ടിക്ക് ആഹാരം കൊടുക്കുക എങ്ങനെ? വീട്ടുകാരെല്ലാം തിന്ന് തീർത്ത് എല്ലാവരും എഴുന്നേറ്റ് പോയി കുറേ ബാക്കി വന്നതിന് ശേഷമാണ് പട്ടിക്കുഞ്ഞ് കൊടുക്കുന്നത്. ഇതല്ലേ ഇപ്പം നിങ്ങളും ദൈവത്തോട് കാണിക്കണത്.
ഇതല്ലേ ദൈവത്തോട് കാണിക്കണത്. നിങ്ങളുടെ വീടിൻ്റെയും മക്കളുടെയും ഭർത്താവിൻ്റെയും ഭാര്യയുടെയും വീട്ടിൻ്റെയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷമുള്ള ബാക്കി വേസ്റ്റ് ടൈമാണ് നിങ്ങൾ ദൈവത്തിന് കൊടുക്കുന്നത്. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ അവർക്ക് പരിശുദ്ധമായി പ്രവർത്തിക്കാൻ താമസിക്കും. അവർ ഈ മരണം വരെ ഇങ്ങനെ ദൈവത്തോട് ഇങ്ങനെ ചെയ്യത്തുള്ളവർ. അവർ നല്ലത് ചെയ്യാൻ ദൈവം പോലും അവർ അനുവദിക്കത്തില്ല. കാര്യം എന്താണ്? അവരുടെ ദൈവത്തിന് ആവശ്യമില്ല. വേറെ പ്രശ്നമൊന്നുമില്ല. ഈ പഴഞ്ചാക്കിനെ കൊണ്ടുള്ളതിന് എന്തിനാണ് ദൈവത്തിന് ആവശ്യമില്ല. ഇവരിങ്ങനെ ചെയ്യത്തുള്ളൂ. അവരവരുടെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ള വേസ്റ്റ് ആയിരിക്കും ദൈവത്തിന് കൊടുക്കുന്നത്. അപ്പോൾ ദൈവത്തിന് അത് റിജക്റ്റഡ് ആവും. അപ്പം അതുകൊണ്ട് തന്നെ എപ്പോഴും ദൈവത്തിൻ്റെ തിരുസന്നിധി വരുമ്പോൾ ഈ കായേന് സംഭവിച്ച വിഷയം അതല്ലേ. കായേന് സംഭവിച്ചത് എന്താണ്? അത് തന്നെ വിഷയമാണ്. ആബേല് കാണിക്കകളെ കൊടുക്കുമ്പോൾ ദൈവത്തിന് പ്രയോറിറ്റി കിട്ടണം. ദൈവത്തിൻ്റെ ഒരു ഭക്തനും വിശ്വസ്തനുമായ ഭക്തനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും വിശ്വസ്തനായിരിക്കും. വിശ്വസ്തനല്ലാത്തൊരു ഭക്തനെക്കുറിച്ച് ദൈവത്തിന് ചിന്തയില്ല. ഭക്തൻ വിശ്വസ്തനായിരിക്കും എപ്പോഴും. പിന്നെ ദൈവത്തിൻ്റെ സ്വന്തമായിരിക്കും. ദൈവത്തിൻ്റെ സ്വന്തമായി നമുക്കിങ്ങനെ ഈശോ വന്നപ്പോഴും ഈ വിഷയത്തിൽ ഈശോയും ഒരു നിലപാടെടുത്ത് എന്താ ഈശോ പറഞ്ഞത്? ദൈവത്തെയും മാമോനെയും ഒരുമിച്ച് സേവിക്കുക സാധ്യമല്ല. അതാണ് വിഷയം. അത് ഒരു നിലപാടാണ്. അത് നമ്മളൊരു ദൈവമായിട്ട് ഡീല് ചെയ്യുന്ന ആൾക്കാർ കൈവരിക്കേണ്ട ഒരു നിലപാട്. മത്തായി 6:24 ദൈവത്തെയും മാമോനെയും സേവിക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല. അപ്പോൾ എന്താ വിഷയം എന്ന് പറയുമ്പോൾ ഈ ദൈവത്തിനെയും ദൈവമല്ലാത്തതിനെയും നമ്മൾക്ക് ഒരുമിച്ച് സേവിക്കാൻ സാധ്യമല്ല. എപ്പോഴും മേൽക്കൈ, ഒന്നാം സ്ഥാനവും അതിൻ്റെ അടുത്ത സ്ഥാനങ്ങളും എല്ലാം ദൈവത്തിന് തന്നെ ആയിരിക്കണം. ഞാൻ നിങ്ങളെ പറയുന്നത് ഇതൊരു വഴക്കായിട്ട് തന്നെ നിങ്ങളൊരു സ്ഥലം വാങ്ങിക്കുന്നു. ഇപ്പം അമ്മ സ്ക്രൂ ചെയ്ത് മകനെ സ്ഥലം മേടിക്കുക, അത് ഇട്ടും പോയാൽ കുഴപ്പമാണ്. നമ്മൾ ഇവിടെ എഴുതിയിട്ടിട്ടുണ്ട് സ്ഥലം മേടിക്കാൻ വേണ്ടി, അതിൻ്റെ എതിരുണ്ട്. ചിലപ്പോൾ ആ സ്ഥലം മേടിക്കാമെന്ന് കേൾക്കുമ്പോൾ കളങ്കമൊന്നുമില്ല, പക്ഷെ അതിൻ്റെ അകത്ത് കളങ്കം ഉണ്ടാകും. അമ്മ ഉദ്ദേശിക്കുന്നത് മൂത്ത മകളെ തല്ലിപ്പിരിച്ച് ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിക്കാനായിരിക്കും. അറിയത്തില്ല, അതിൻ്റെ വിഷയം. മൂത്ത മകളെ കെട്ടിച്ചു വിട്ടിട്ടുണ്ട്, അമ്മയ്ക്ക് അതിനെ കാണാതിരിക്കാൻ പറ്റത്തില്ല. അത് കാരണം ആ കുടുംബം എങ്ങനെ കലക്കാൻ പറ്റും? ആ വീട്ടിൽ നിന്ന് അവനെയും അവളെയും പൊക്കിക്കൊണ്ടുവന്ന് തൻ്റെ വീടിൻ്റെ അടുത്ത് താമസിപ്പിക്കാൻ വേണ്ടി അമ്മ നേരത്തെ സ്ഥലം മേടിച്ചിടുകയാണ്. ഈ സാധനമൊക്കെയാണ് ഉടമ്പടി വെച്ചിരിക്കണമെന്നുണ്ടെങ്കിൽ ദൈവം വീടുകാർ തല്ലുമ്പിക്കുവാറും. അതാണ് സംഭവിക്കുന്നത്. നിഷ്കളങ്കത എന്ന് പറഞ്ഞ ഇതാണ്. എപ്പോഴും കളങ്കം ഉണ്ടാകരുത്. നിങ്ങളുടെ നിയോഗത്തിൽ കളങ്കം ഉണ്ടാകരുത്. ദൈവത്തെ നിരക്കാത്ത നിയോഗങ്ങൾ സ്വീകാര്യമല്ല. പല ഉടമ്പടി എടുത്താൽ പോകാത്തതിൻ്റെ കാര്യം ദൈവത്തിന് നിരക്കാത്ത നിങ്ങളുടെ സ്വാർത്ഥ താല്പര്യവും. അത് മറ്റുള്ളവർക്ക് എന്തിനാണ് ഈ മുത്തമകളെ കൊണ്ടുവന്ന് അരികെ താമസിപ്പിക്കുന്നത്? എന്തിനാണെന്ന് അറിയാവോ? കൂടെ താമസിക്കുന്ന മരുമകൾക്ക് പണി കൊടുക്കാനാണേ. അതാണ് വിഷയം, വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ വളരെ തന്ത്രവും കുതന്ത്രവും പിടിച്ച സാധനമാണ്. അതുകൊണ്ടല്ലേ ഈ പരിശുദ്ധ കുർബാനയൊക്കെ ചെല്ലുമ്പോൾ ചില വലിയമ്മമാർക്ക് കൊണ്ടേ കൊടുക്കുമ്പോൾ ഇറങ്ങാത്തതിൻ്റെ കാര്യം എന്താ? ഇറങ്ങിയിട്ട് കാര്യമില്ലെന്ന് കർത്താവിന് തന്നെ അറിയാം. ഈ പിശാചിനകത്തോട്ട് കയറിയിട്ട് കാര്യമില്ലെന്നറിയാം. ആ സാധനം കിടന്ന് ചത്തുപോകും. അഭ്യാസങ്ങളൊന്നും കാണിക്കരുത്. ശരിക്കും പറഞ്ഞാൽ വളരെ നിഷ്കളങ്കരും തൻ്റെ തിരുസന്നിധിയിൽ നിഷ്കളങ്കരും പരിശുദ്ധരുമായിരിക്കുക. എടുത്ത് ടെക്തോടൊപ്പം ശ്രുതിയുടെ ഹല്ലേലൂയ നിഷ്കളങ്കരും പരിശുദ്ധരുമായിരിക്കുവാൻ ലോകസ്ഥാപനത്തിന് മുന്നേ തന്നെ അവിടുന്ന് നമ്മളെ ക്രിസ്തുയേശുവിൽ തിരഞ്ഞെടുത്തു. അപ്പം ക്രിസ്തുയേശുവിൽ തിരഞ്ഞെടുത്തിരിക്കുന്ന ആരെയാണ്? യഹൂദന്മാരെയാണ്? അല്ല, ക്രിസ്ത്യൻസിനെ, ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരെയാണ്. ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവരാരാണ്? ദൈവദർശനത്തിൽ ആരായിരിക്കണം? തൻ്റെ മുമ്പാകെ പരിശുദ്ധരായിരിക്കണം. പിന്നെ ആരാണ്?
കാപട്യം ഉണ്ടാവരുത്, നിഷ്കളങ്കരായിരിക്കണമെന്നാണ്. ഇപ്പം ദൈവത്തിന് നിരക്കാത്ത, ദൈവസ്നേഹത്തിന് നിരക്കാത്ത എല്ലാ നിയോഗങ്ങളും വെട്ടി തീയിലെറിയപ്പെടും. അതാണ് ഈശോ എൻ്റെ പിതാവ് നടാത്ത എല്ലാ വൃക്ഷങ്ങളും വെട്ടി. ശ്രുതികട്ടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ. 15:13 അവൻ മറുപടി പറഞ്ഞു, എന്റെ സ്വർഗീയ പിതാവ് നട്ടതല്ലാത്ത ചെടികളൊക്കെയും പിഴുതു മാറ്റപ്പെടും. അപ്പൊ ദൈവത്തിന് നിരക്കാത്ത നിയോഗങ്ങൾ, നിഷ്കളങ്കമല്ലാത്ത നിയോഗങ്ങൾ നശിപ്പിക്കപ്പെടും. അപ്പോഴും നിയോഗങ്ങൾ വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ് വിഷയം. അതെല്ലാം കുറച്ച് പ്രാർത്ഥിച്ച് വേണം. പ്രാർത്ഥിച്ചും ആലോചിച്ചും പ്രാർത്ഥിച്ചും ദൈവദൃശ്യം നിരക്കുന്നതാണെന്ന് നോക്കണം. നിങ്ങളുടെ ആപത്തിൽപ്പെട്ടെന്ന് വിചാരിച്ചോ? ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പം തന്നെ ഈ ജിയോസാൻ്റെ സാക്ഷ്യത്തിൽ എന്താ പറയണമെന്നറിയാമോ? ജിയോസാൻ്റെ വക്കീൽമാർ തന്നെ അയാളുടെ രഹസ്യം ചോർത്തി മറുപക്ഷത്ത് കൊടുത്ത്. അപ്പം അങ്ങനെ കെട്ടിലായിപ്പോയി. ഇങ്ങനെ ഡിഫെൻഡിങ് പോയിൻ്റ് എല്ലാം പോയി. അപ്പോൾ വന്ന് എന്ത് ചെയ്ത് അമ്മയോട് വന്ന് സങ്കടപ്പെട്ട് പറഞ്ഞു, അവർ ചോർത്തി എല്ലാം നൽകി, അമ്മേ ഞാൻ ഇനി എങ്ങനെ ജീവിക്കും, ഞാൻ അകത്ത് പോകുമെന്ന് പറഞ്ഞു. ഇയാൾ പറന്ന് അവിടെ എത്തണമെമ്പോൾ തന്നെ ആ വക്കീൽമാരാകുമ്പോൾ ഡിസ്മിസ് ചെയ്ത് കളഞ്ഞു. പെട്ടെന്നാണ് ആക്ഷനെ സംഭവം, അത്രയും സ്പീഡാണ്. ഇയാൾ ഉടമ്പടി ചെയ്ത് അവിടെ എത്തണമെമ്പോൾ തന്നെ. അതിൻ്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ആ ഉടമ്പടി നമ്മൾ ഒരു ഗവേഷണ ബുദ്ധിയെ പരിശോധിച്ചാൽ എനിക്ക് മനസ്സിലായത് എന്തുകൊണ്ടാണ് ഈ സഡൻ ആക്ഷൻ. ഈ വക്കീൽമാരെ 3 പേരെ അമ്മ ഒറ്റടിക്ക് ഡിസ്മിസ് ചെയ്യാൻ കാര്യം എന്താ? ഒറ്റ കാര്യമേ ഉള്ളൂ, ഈ ജിയോന് അമ്മയ്ക്ക് വിശ്വാസമാണ്. അതാണ് മെയിൻ വിഷയം. ജിയോ ഈ ഉടമ്പടിയുമായിട്ട് മുന്നോട്ട് പോയാൽ ദൈവത്തിന് ഇങ്ങോട്ടേ തരാൻ പറ്റത്തുള്ളൂ. ഈ കൊമേഴ്സ് അവസാനിക്കുമ്പോഴേ ജിയോക്ക് അങ്ങോട്ട് കൊടുക്കാൻ വേണ്ടല്ലേ കൊടുക്കുന്നത്, ദൈവത്തിന് ഇങ്ങോട്ട് തരാൻ പറ്റത്തുള്ളൂ. ആ രീതിയിലാണ് ഈ മനുഷ്യൻ ദൈവദൃശ്യനെ വ്യാപരിക്കുന്നത്. അതാണ് തൻ്റെ മുമ്പാകെ നിഷ്കളങ്കരും പരിശുദ്ധരുമായിരിക്കാൻ. ഇപ്പം ഇദ്ദേഹം എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെയുള്ളവരെല്ലാം ഈ അദ്ദേഹത്തിൻ്റെ നാട്ടിലുള്ളവരെല്ലാവരും ഈ ബ്ലാക്സ് കാപ്പിരികൾ. അപ്പോൾ 100-200 കാപ്പിരികളുടെ കുടുംബങ്ങളിൽ ഇയാൾ കയറി ഇറങ്ങുകയാണ് കൃപാസനം പത്രം കൊടുക്കാൻ. ഇംഗ്ലീഷിൽ, അവർക്ക് ഇംഗ്ലീഷാണ് ആ വർക്ക് ചെയ്യണ ഇയാൾ ആരാണ്? ഇവിടുത്തെ ഒരു നമ്മുടെ കളക്ടറിലിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് വരെ എന്തൊരു ഹെഡ് വെയ്റ്റാണ്. ഇത് സ്റ്റേറ്റിൻ്റെ അക്കൗണ്ട് ജനറലാണ്. ആ സ്റ്റേറ്റിൻ്റെ അക്കൗണ്ട് ജനറലാണ് ഈ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യണത്. ഇന്നലെ ഒരു പോലീസുകാരൻ ഇവിടെ വന്നു, അദ്ദേഹത്തിന് ഉടമ്പടി എടുക്കാൻ ബുദ്ധിമുട്ട്, എന്നെ പ്രൈവറ്റായിട്ട് കാണണം. അതാണ് പോലീസുകാരുടെ പോലെ അവസ്ഥ. കർത്താവിനെ പബ്ലിക്കായിട്ട് പ്രഘോഷിക്കാൻ പലർക്കും റിസർവ്ഡാണ്. അതുകൊണ്ട് വലിയ നിസ്സാര കാര്യമല്ല, അത് ഭയങ്കര ഡേഞ്ചറസാണത്. അതായത് നമ്മളെപ്പോഴും ദൈവദൃസന്നിധി നമ്മൾക്ക് ഒരു ടോക്കൺ കിട്ടണത് എപ്പോഴും ദൈവത്തിന് നമ്മളെ കൊണ്ടുള്ള പ്രയോജനം പോലെയാണ്. ദൈവത്തിന് നമ്മളെ കൊണ്ട പ്രയോജനം എന്ന് പറഞ്ഞാൽ എന്താണ്? കർത്താവിൻ്റെ സുവിശേഷം കൈമാറുന്നതനുസരിച്ചാണ്. സുവിശേഷം ജീവിക്കുകയും സുവിശേഷം ആകുകയും സുവിശേഷം ഏകുകയും ചെയ്യുന്നതിലൂടെയാണ് നമ്മുടെ മൂല്യം വർദ്ധിച്ചു വരണത്. അതിൻ്റെ അകത്ത് ഈ മനുഷ്യൻ എന്നിട്ട് ഇവരെല്ലാം കൊണ്ട് ഓൺലൈൻ ഉടമ്പടി എടുപ്പിച്ചിരിക്കുകയാണ്. ഈ ബ്ലാക്സിനെയൊക്കെ കൊണ്ടെല്ലാം അദ്ദേഹം ഓൺലൈൻ ഉടമ്പടി എടുപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ എന്നിട്ട് അങ്ങേർക്കൊരു സങ്കടം. കാര്യം അയാളോട് പറയും, അച്ഛൻ്റെ ചൊവ്വാഴ്ച ധ്യാനം നിങ്ങൾ കൂടണമെന്ന് പറയും. അച്ഛൻ്റെ ചൊവ്വാഴ്ച ധ്യാനം കൂടണം. അപ്പോൾ അവർക്ക് ഈ മലയാളത്തിലുള്ള ധ്യാനം അവർക്ക് ബ്ലാക്സിന് അറിയത്തില്ലല്ലോ. അവിടെ എന്ത് ചെയ്യും, ബ്ലാക്സിന് വേണ്ടി എൻ്റെ ധ്യാനം മുഴുവനും പുള്ളി എൻ്റെ വചനങ്ങളെല്ലാം നോട്ട് ചെയ്തിട്ട് അത് 200 പേർക്ക് ഓൺലൈനിൽ സെൻഡ് ചെയ്യും. ആ വിശേഷ വേല ചെയ്യണതാണ്. ഇങ്ങനെയാണ് ആൾക്കാർ വളരണത്.
ഇങ്ങനെയാണ് ആൾക്കാർ വളരണത്. അല്ലാതെ ആട് പ്രസവിക്കണം, വീട് വെക്കണം എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടേച്ച് വീട്ടിൽ പോയി തിരികെ മാതാവ് വരുന്നുണ്ടെന്ന് നോക്കൊണ്ടിരിക്കും. ഒരു പണി ചെയ്യത്തില്ല. അപ്പോഴുള്ള നോട്ട് മാതാവാകുന്നുണ്ടെന്ന് നോക്കും. ഇതൊന്നും ജോസഫച്ചൻ അംഗീകരിക്കുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ. പറയാനൊക്കെ അനുവദിക്കണം. നിങ്ങളിവിടെ പറയാൻ അനുവദിക്കുന്ന കാര്യമൊക്കെ ഞാൻ അംഗീകരിക്കണം നിങ്ങൾ ധരിക്കരുത്. ഇതൊരു ഓപ്പൺ പ്ലാറ്റ്ഫോമാണ്. എന്നോട് ചില ആൾക്കാർ പറയും സാക്ഷ്യം പറയണമെന്ന് നിർത്താൻ പറ്റുമോ അച്ഛാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇറ്റ്സ് എ കോമൺ പ്ലാറ്റ്ഫോം. ജനങ്ങളുടെ ദൈവാനുഭവങ്ങൾ പറയാൻ വേണ്ടി നമ്മളൊരു അവസരം കൊടുക്കുന്നതാണ്. അതൊക്കെ ജോസഫച്ചനെ അംഗീകരിക്കുന്നതൊന്നുമല്ല. അവരെ സംബന്ധിച്ചിടത്തോളം കറക്റ്റായിരിക്കും അത് സ്വകാര്യമായ ദൈവാനുഭവമല്ലേ. ഇപ്പം സ്വകാര്യമായ ദൈവാനുഭവം. ഇപ്പം ഇന്നലെ ഒരു ചേട്ടത്തി ഒരു സാക്ഷ്യം പറഞ്ഞെന്ന് വെച്ചാൽ അവർ അമ്മയോട് പറഞ്ഞു, അമ്മ എൻ്റെ കൂടെ വരുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാവണം അമ്മേ, ഞാൻ ഒറ്റക്കാണെന്ന് പറഞ്ഞ്. ഈ ഒരു അവസ്ഥയിൽ ഞാൻ ഒറ്റക്കാണ്, അമ്മ എൻ്റെ കൂടെ വരുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാകണമെന്ന് പറഞ്ഞ്. വരുന്നുണ്ടെന്ന് അച്ഛനൊക്കെ പറയും, എല്ലാവരും പറയും, പക്ഷേ എനിക്ക് മനസ്സിലാവണമെന്ന് പറയും. അപ്പോൾ ഇവർ കണ്ണൂർ എത്തണമാകുമ്പോൾ 4 സ്ഥലത്ത് വെച്ചാണ് മഴവില്ല് വീശണത്. അവരത് ഇവിടെ വന്ന് പറയുമ്പോൾ ഞാനത് നിങ്ങളോട് പറയും, പക്ഷേ ആഫ്റ്റർ ഓൾ അതൊരു പ്രൈവറ്റ് എക്സ്പീരിയൻസാണ് അവരുടേത്. ആ മഴവില്ല് മാതാവ് തന്നെയായിരുന്നോ, മാതാവിൻ്റെ സന്ദേശമായിരുന്നോ, ഇവർക്കുള്ളതായിരുന്നോ, ഇവർ കണ്ടതായിരുന്നോ എന്നൊന്നും പറയാൻ ഞാൻ ആളല്ല. എന്താ കാര്യം? എനിക്കത് പറയണതിന് പരിമിതികളുണ്ട്. അത് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഫീലിംഗ് ലെവലാണ് വിഷയം. അവരുടെ ഫീലിംഗ് ലെവലാണ്. ഞാൻ കഴിഞ്ഞ ഡിസംബർ 15 ജോമോളോട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഡിസംബർ 15 വെളുപ്പിന് 4 മണിക്ക് ഉറങ്ങി എഴുന്നേറ്റിട്ടില്ല. അതൊക്കെ മുമ്പ് തന്നെ ഈ സിൽവർ ഗ്രേയിൽ അമ്മ ഇങ്ങനെ അടുത്ത് വന്ന് നിൽക്കുക. എന്നോട് പറഞ്ഞ്, കൊച്ചാവേ വീട്ടിലോട്ട് വരണില്ലേ എന്ന് ചോദിച്ചു. അതാണ് സ്വരം കേൾക്കാം നമുക്ക്. അപ്പോൾ എനിക്ക് മനസ്സിലായില്ല അതെന്താ വീട്ടിലോട്ട് വരുന്നില്ല എന്ന് ചോദിച്ചത് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാൻ ഉടനെ എഴുന്നേറ്റ് ബൈബിൾ നോക്കി. അപ്പോൾ സക്കറിയാവിൻ്റെയും ബലിപീഠത്തിൻ്റെയും ദേവാലയത്തിന് ഇടയിൽ വെച്ച് വധിക്കപ്പെട്ട സക്കറിയ എന്ന് പറയും. അപ്പോൾ എനിക്ക് മനസ്സിലായി ദേവാലയത്തിൻ്റെ വിഷയം ബലിപീഠമാണ് വിഷയം എന്ന് പറയും. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറേ ദിവസം ഇവിടെ ഛർദിലൊക്കെ ഇട്ട് ഭയങ്കര ഛർദിലും അല്ലാത്ത പനിയൊക്കെ ആയിട്ട് കിടപ്പായിരുന്നു. ശുശ്രൂഷയ്ക്ക് വരും, ഞാൻ നിങ്ങളെ അറിയിക്കത്തില്ല. ഇവിടെ 1-2 പേർക്കൊക്കെ അറിയാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഞാൻ കുർബാന ചെല്ലത്തില്ല. കുർബാന ചെല്ലാതെ ഞാൻ സൈഡിലിരിക്കുകയേ ഉള്ളൂ. അലക്ഷ്യത്തിനാണ് കുർബാനയിലുള്ളത്. അപ്പോൾ ഒരാഴ്ച മൊത്തം കുർബാന ചെല്ലിയില്ല. ഞാൻ കുർബാന കൂടുകയാണ് ചെയ്തത്. അപ്പം അത് ബലിപീഠത്തിലേക്ക് വരുന്നില്ലെന്നാണ് ചോദിക്കണത്. അപ്പം നമ്മുടെ മൈന്യൂട്ട് കാര്യങ്ങൾ പോലും അമ്മ ശ്രദ്ധിക്കാണ് പോണത്. ഇതൊരു പ്രൈവറ്റ് എക്സ്പീരിയൻസാണ്. ഇതിനെ ജനറലൈസ് ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം സത്യമായ അനുഭവമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് സത്യമായ അനുഭവമാണ്. എനിക്കും അമ്മയ്ക്കും ഇൻ ബിറ്റ്വീൻ അസ് ഇതിൻ്റെ ഒരു വെലിഡിറ്റി, ഒബ്ജക്റ്റിവിറ്റി ഓക്കെയാണ്. പക്ഷെ കേൾക്കുന്നവർക്ക് ഓക്കെ ആകണമെന്ന് ഒരു നിർബന്ധവുമില്ല. നമ്മുടെ പ്ലാറ്റ്ഫോം എന്ന് പറയണത് എല്ലാവർക്കും അവരുടെ ദൈവാനുഭവങ്ങൾ പറയാനുള്ള പ്ലാറ്റ്ഫോമാണ്. എല്ലാവർക്കും അവരുടെ ദൈവാനുഭവങ്ങൾ വ്യത്യസ്തമായ തലത്തിലായിരിക്കും. അവരുടെയൊക്കെ നിലവാരമനുസരിച്ചുള്ള കമ്മ്യൂണിക്കേഷൻസാണ് ദൈവം തരണത്. പക്ഷെ ഒരു കാര്യം വ്യക്തമാണ്, ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ദൈവാനുഭവങ്ങൾ ലഭിക്കുന്നത് ഉടമ്പടിയിലൂടെയാണ്. എന്താ കാര്യം? അതൊരു പങ്കാളിത്ത ആധ്യാത്മികതയാണ്. ഒരു ഭക്തൻ ഭഗവാൻ തമ്മിലുള്ള ആധ്യാത്മികതയല്ല. ഉടമ്പടി പങ്കുവെക്കുന്നത്, കാഴ്ചവെക്കുന്നത് ഒരു പങ്കാളിത്ത ആധ്യാത്മികതയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നിനക്ക് വേണ്ടി ജീവിക്കും. ആ ജീവിക്കുന്നതിൻ്റെ വിഷയത്തിൽ ദൈവം എന്നോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് അവൻ പറയുന്നത് പോലെ തന്നെ, അല്ലാതെ എനിക്കിഷ്ടമുള്ള പോലെ ജീവിച്ചിട്ട് ദൈവത്തിൻ്റെ ഇഷ്ടമാണെന്ന് പറഞ്ഞ് അടിച്ചേൽപ്പിക്കുകയല്ല. അവൻ പറഞ്ഞ കാര്യമുണ്ട്, നിങ്ങൾ ലോകം മുഴുവനും പോകണം, എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കണം. അത് പ്രധാനപ്പെട്ട കാര്യമാണ്. അതിനാണ് ഈ ഉടമ്പടിയിൽ 1-ാം സ്ഥാനം കൊടുത്തിരിക്കുന്നത്, സുവിശേഷ കൈമാറ്റത്തിന്. അതാണ് ഈ ജിയോ ചെയ്യണത്. എന്താ ചെയ്യണത്?
എല്ലാ വീടുകളിലും നടന്നിട്ട് ഇനി വേറെ ഒരു കാര്യം പുള്ളിക്കാരൻ ചെയ്യും. പുള്ളിക്കാരൻ ചെയ്യണത്, അതായത് പുള്ളിക്കാരും വൈഫും കൂടി ഒരു 100 കുടുംബങ്ങളെ ദത്തെടുത്തിരിക്കുകയാണ്. അവർക്ക് ഒരു മാസത്തെ ആഹാര സാധനങ്ങൾ കൊടുക്കും. ഓരോ കുടുംബങ്ങൾക്കും, ദത്തെടുത്ത കുടുംബങ്ങൾക്കെല്ലാം ഒരു മാസം ആവശ്യമായ ഭക്ഷണപദാർത്ഥങ്ങൾ എത്തിച്ചു കൊടുക്കും, വളരെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക്. അപ്പോൾ എന്താ വിഷയം എന്ന് പറയുന്നത്, ജിയോ ഇവിടെ ഉടമ്പടി ഒപ്പിടുമ്പോൾ തന്നെ ഉടമ്പടി ഓക്കെയാവും. എന്താ കാര്യം, ഇതൊക്കെ ഇവൻ ചെയ്യുമെന്നുള്ളത് അമ്മയ്ക്ക് വിശ്വസിക്കാൻ കഴിയും. അതാണ് വിഷയം. അത് വിഷയമാണ്. ഒന്ന്, അയാളുടെ സ്റ്റാൻഡേർഡിൽ നിന്ന് താഴെ ഇറങ്ങി വന്നിട്ട് കർത്താവിന് വേണ്ടി വേല ചെയ്യാൻ വേണ്ടി അയാൾ, പിന്നെ ഇത് കൂടെ വേറെ കാര്യം കൂടെ ചെയ്യും. ഒരു ദിവസം 4 ജപമാല ചെല്ലും. ഒരു ദിവസം 4 ജപമാല ചെല്ലും. ആഴ്ചയിലൊരിക്കൽ അഖണ്ഡ ജപമാലയും ചെല്ലും, 1000 മണി ജപമാല. അപ്പോൾ പ്രാർത്ഥനാ ജീവിതം ഇതിൻ്റെ കൂടെ ഉണ്ട്. ഒരു ദിവസം 4 ജപമാല ചെല്ലും, ഒരാഴ്ചയിൽ അഖണ്ഡ ജപമാലയും ചെല്ലും. 100 കുടുംബങ്ങൾക്ക് ഒരു മാസത്തേക്കുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ എത്തിച്ചു കൊടുക്കും. ഒരു മാസത്തേക്കാണ് ഒരു കുടുംബത്തിന്. 200 കുടുംബങ്ങളിലെ കർത്താവിൻ്റെ വചനങ്ങൾ എത്തിച്ചു കൊടുക്കും. അപ്പോൾ ഇങ്ങനെ പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ ഇങ്ങനെ ഈ കൊമേഴ്സ്, ഇതാണ് ഞാൻ പറഞ്ഞ കൊമേഴ്സ്, വിനിമയം എന്ന് പറയുന്നത്. ഇത് ദൈവത്തിന് വേണ്ടി, ആത്മാക്കളുടെ വീണ്ടെടുപ്പിന് വേണ്ടി ചെയ്യുന്ന കാരണം, ക്രിസ്തുവിന് വേണ്ടി ചെയ്യുന്നത് കൊണ്ടും ആത്മാക്കളെ അടിസ്ഥാനപ്പെടുത്തി ചെയ്യുന്നത് കൊണ്ടും ഇതിൻ്റെ വിനിമയ മൂല്യമാണ്. ദൈവത്തിന് ഇങ്ങോട്ട് തരാനേ ഉണ്ടാകത്തുള്ളൂ. നമുക്ക് അങ്ങോട്ട് ദൈവം തന്നിരിക്കണം, അയാൾക്ക് കൊടുത്തിരിക്കണം. എന്താണ്, അയാൾ ആ ഒരു പരിപാടിയുമായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ ഈ കേസ്, ഒരു ദിവസം കേസുകൾ കമ്മീഷൻസ് വെച്ച്, ലീഗൽ കമ്മീഷൻസ് വെച്ചു. ആ ലീഗൽ കമ്മീഷൻസിൽ ഒരു കമ്മീഷൻ ഇയാളെ തെറ്റുകാരനായിട്ട് കണ്ടു, മറ്റേ കമ്മീഷൻ അയാളെ തെറ്റുകാരനല്ലെന്ന് കണ്ടു. കേസ് മുന്നോട്ട് പോയി. പക്ഷെ ഒരു സമയത്ത് എന്താ പറഞ്ഞ് അയാളെ വിളിച്ചിട്ട് പറഞ്ഞു, ജഡ്ജി പറഞ്ഞു, ജിയോ, യുവർ കേസ് സ്റ്റാൻഡ് കോസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കേസ് തള്ളിപ്പോയിരിക്കണമെന്ന്. അപ്പം ഇതാണ് വിഷയം. അപ്പം ഈ വിഷയം ചെയ്യുമ്പോഴും ജിയോക്ക് കൊടുത്തിരിക്കുന്നത് ഒരു കേസ് തള്ളിപ്പോയത് തന്നെയാണ്. പക്ഷെ ജിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഈ ജീവിതകാലം മുഴുവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനേക്കാൾ ഇരട്ടി പ്രേക്ഷിത പ്രവർത്തനങ്ങളാണ്. എപ്പോഴും നമ്മുടെ മുമ്പിൽ എപ്പോഴും നമ്മുടെ ഒരു വെല്ലുവിളി എന്ന് പറയുന്നത്, നമ്മൾ ദൈവത്തിൽ നിന്ന് വാങ്ങിച്ചതിനേക്കാൾ കൂടുതൽ ദൈവത്തിന് കൊടുത്ത് ഇങ്ങോട്ട് തരാനുണ്ടാകണം. അപ്പം നിങ്ങൾ ഓർക്കും ഇതെന്ത് ഇങ്ങനെ പറയണമെന്ന്. ഇങ്ങോട്ട് തരാനുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലേ നമ്മൾക്ക് തരാനുണ്ടാകും. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഉടമ്പടി എടുത്തവരായാലും ഇല്ലാത്തവരായാലും എനിക്ക് നിങ്ങൾക്ക് നൽകാനുള്ള ഒരു, ദൈവമായിട്ട് കുറേ നാൾ ജീവിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന കുറേ സത്യങ്ങളുണ്ട്. അതിൽ ഒരു സത്യം എന്ന് പറയണത്, കുറേ കാര്യങ്ങൾക്ക് നോൺ പേയ്മെൻ്റാണ് ഉള്ളത്. കുറേ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് വേണ്ടി സഹിക്കുന്ന കുറേ കാര്യങ്ങൾക്ക് കറണ്ട് പേയ്മെൻ്റ് ഉണ്ടാകരുത്. നമ്മുടെ എപ്പോഴും ഉള്ള പ്രശ്നം, ഈ കറണ്ട് പേയ്മെൻറ്റുമായിട്ട് ആൾക്കാർ എപ്പോഴും മൽപ്പിടുത്തമാണ്. ഞാൻ 4 തിരി കത്തിച്ചില്ലേ, 5 തിരി കത്തിച്ചില്ലേ, എൻ്റെ മകൾക്ക് കാനഡയിൽ വിസ പ്രോസസ് ചെയ്ത് കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് മാതാവിൻ്റെ അടുത്ത് സങ്കടപ്പെട്ട് നടക്കുന്ന ആൾക്കാരില്ലേ. അവരുടെ അവസ്ഥ കൊണ്ട് അവർ പറയണതാണ്. പക്ഷേ കുറേ കാര്യങ്ങളെങ്കിലും നമ്മൾക്ക് ഒരു കണ്ടീഷൻ അല്ലാത്ത, ഇപ്പോൾ ദൈവം നമുക്ക് തരുന്നത് എന്താണ്, അൺകണ്ടീഷൻ ലവാണ്. കണ്ടീഷൻസ് ഒന്നും വെക്കാത്ത ലവാണ്. നമ്മൾ ദൈവത്തിന് കൊടുക്കുന്നത് എന്തായിരിക്കണം, കണ്ടീഷൻസ് ഒന്നും വെക്കാത്തതായിരിക്കണം. ഇപ്പം നിങ്ങൾ കണ്ടീഷൻസ് വെച്ചിട്ടുണ്ടല്ലോ. എന്താ കണ്ടീഷൻസ്? നമ്മൾ ഉപവസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, വിശുദ്ധ വരെ ചെയ്യുന്നു. അതുകൊണ്ട് നമ്മുടെ മകളുടെ കല്യാണം നടത്തി തരണം, നമ്മുടെ കുഞ്ഞുങ്ങളെ തരണം. അപ്പം കണ്ടീഷൻസ് ഇല്ലേ? ഇറ്റ്സ് ഓക്കെ. ഉടമ്പടിയുടെ ഒരു ഫോർമാറ്റ് അതാണ്. പക്ഷെ അല്ലാതെ തന്നെ ഈ കളത്തിന് പുറത്തും കളികൾ നടക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കണ്ടീഷനും ഇല്ലാതെ നീ ദൈവവും തമ്മിലുള്ള ഒരു വെർച്വൽ ഉടമ്പടി നിലവിലുണ്ട്. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു വെർച്വൽ ഉടമ്പടിക്കുള്ള സാധ്യതയുണ്ട്. അൺഫിസിക്കലായിട്ടുള്ള
ഒരു ഉടമ്പടിക്ക് സാധ്യതയുണ്ട്. എന്ന് വെച്ചാൽ അതൊരു രഹസ്യധാരണയാണ് ദൈവമായിട്ടുള്ള ജീവിതത്തിൽ. ഇപ്പം നമ്മൾ ചില ദിവസങ്ങളിൽ നിങ്ങൾ വെറുതെ നിങ്ങൾ ഇപ്പം പ്രാർത്ഥിച്ച് മനുഷ്യന്മാർ പലരും പ്രാർത്ഥിക്കണത് എന്താ? ഇപ്പം ഞായറാഴ്ച കുർബാനയ്ക്ക് പോകുന്നു, കുടുംബ പ്രാർത്ഥന ചെല്ലുന്നു. ചിലരുടെ ഉള്ളിൽ ഒരു ആശയമുണ്ട്. എന്താണ്? നമുക്ക് അന്നം മുട്ടിക്കല്ലേ എന്നുള്ളതാണ് മനസ്സിരിക്കുന്നത്. അല്ലെങ്കിൽ എന്തെങ്കിലും അപകടം വരാമെന്നതിനെക്കുറിച്ച് ആയിരിക്കും നമ്മുടെ ചിന്ത. ഒരു ഭയമുള്ളത് കൊണ്ട് ആൾക്കാർക്ക് ഭക്തി ഉണ്ടാവും. ഭയവും ഭക്തിയും തമ്മിൽ കുറേ ബന്ധങ്ങളുണ്ട്. ഇത് ഒരു കോമൺ ഫെയ്ത്താണ്. കോമൺ ഫെയ്ത്തുകാർക്കുള്ള ഒരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഭക്തിയുടെ പിന്നിലും ഒരു ഭയം കിടക്കുന്നുണ്ട്. ഇതൊരു കോമൺ. ഇതിപ്പോൾ നോൺ ക്രിസ്ത്യൻസിന് പോലും ഭയവും ഉണ്ടാവും, ഭക്തിയും ഉണ്ടാവും. ഇനി എപ്പോഴും നമുക്ക് ഒരു ഭയമില്ലാത്ത ഭക്തി ഉണ്ടാകണം. ഭയമില്ലാത്ത ഭക്തി എന്ന് പറയണത് ഇപ്പം നമ്മൾ ഭക്തിയെയും പ്രാർത്ഥനയെയും അതിൻ്റെ പരിണിത ഫലങ്ങളെയും തമ്മിൽ നമ്മൾ കുതിരയും വണ്ടിയും പോലെ കെട്ടിയിടരുത്. എന്താ കാര്യം? നമ്മൾ പ്രാർത്ഥിക്കുന്നു, നമ്മൾ കുതിര ഓടിക്കുന്നു, കാര്യം കുതിര വണ്ടി വലിക്കുന്നു എന്ന് പറയരുത്. നമ്മൾ പ്രാർത്ഥിക്കുന്നു, പ്രാർത്ഥന നമുക്ക് ജോലി തരുന്നു എന്ന് പറയരുത്. നമ്മൾ പ്രാർത്ഥിക്കുന്നു, കാര്യം എന്താണ്? അത് ഭൗതിക വിഷയത്തെക്കാളുപരി ദൈവവും ഞാനും തമ്മിലുള്ള ബന്ധത്തിൻ്റെ വിഷയമാണ്. ഭൗതിക നേട്ടങ്ങൾക്കോ കോട്ടങ്ങൾക്കോ അവിടെ സീറോ റിസൾട്ടാണുള്ളതെന്ന് ഒരു ബോധമുണ്ടാകണം. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ അഭിവാഞ്ചപ്പെടുന്നത് ദൈവത്തിന് വേണ്ടിയാണെന്ന് മാത്രമാണെന്ന് ദൈവത്തിന് തോന്നണം. ഇതിനാണൊരു ഈ ഒരു കേവല പ്ലാറ്റ്ഫോമിൽ നിന്നാണ് ആധ്യാത്മികത അതിൻ്റെ പുതിയ വഴികൾ തേടുന്നത്. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, എല്ലാ വിഷയങ്ങൾക്കും അപ്പുറത്ത് നീ തന്നെയാണ് ഉടമ്പടിയുടെ നിന്നോടുള്ള ബന്ധവും സ്നേഹവുമാണ് ഉടമ്പടിയുടെ പരമലക്ഷ്യമെന്ന് എന്നെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് പരിശുദ്ധ അമ്മയെപ്പോലെ ഒന്നും ലഭിച്ചില്ലെങ്കിലും ഒന്നും നേടാൻ കഴിഞ്ഞില്ലെങ്കിലും പകരം സഹനമാണ് ജീവിതമെങ്കിലും അത് സന്തോഷത്തിൽ സ്വീകരിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി മുന്നേറുവാൻ എന്നെ അഭിഷേകിക്കട്ടെ. ദൈവത്തിന്റെ ശക്തമായ കരത്തിന് കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ. അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. ഇതിൻ്റെ വിഷയം വെച്ച് കഴിഞ്ഞാൽ എല്ലാ വിഷയങ്ങളും നമ്മളിങ്ങനെ വെറുതെ വന്ന് ഇവിടെ നോക്കിയാൽ മതി. അപ്പോൾ തന്നെ നമ്മുടെ ഹൃദയത്തിൻ്റെ മുഴുവൻ വികാരങ്ങൾ നിങ്ങൾക്ക് എഴുതാൻ പറ്റുമോ? എഴുതാൻ പറ്റത്തില്ല. നിങ്ങളുടെ മനസ്സിൽ വരുന്ന മുഴുവൻ വിഷയങ്ങൾ ജോസഫച്ചൻ എഴുതി അറിയിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര നേരങ്ങൾ എഴുതി എത്ര നേരങ്ങൾ നിങ്ങൾ എഴുതി? ഞാൻ തന്നെയാണെങ്കിൽ ഒരു 3-4 പേജ് കത്തുണ്ടെങ്കിൽ ഞാൻ പ്രാർത്ഥിച്ചിട്ട് പടപടാന്ന് വായിക്കും. വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മെയിൻ പോയിൻ്റ് ക്യാച്ച് ചെയ്യാൻ വേണ്ടി, ഇത് മൊത്തം വായിക്കാൻ ചിലപ്പോൾ സമയം ഉണ്ടാകത്തില്ല, മെയിൻ പോയിൻ്റ് വായിക്കാൻ വേണ്ടി കർത്താവ് എനിക്ക് ആ കറക്റ്റ് സ്ഥലം, ഇപ്പോൾ ആൾത്തറയിൽ നിന്ന് ഞാൻ കത്ത് വായിക്കുന്നിടല്ലേ, പെട്ടെന്ന് വായിച്ചിട്ട് ഞാൻ ക്യാച്ച് ചെയ്യുക സംഭവം. മെയിൻ അവർ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് അവർക്കത് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി കുറേ സമയമുണ്ട് എഴുതാൻ വേണ്ടി അവർക്ക് എടുത്തു. അവർക്ക് അത്രയും വലിയ വശമില്ലാത്തത് കൊണ്ട് അവരെ പറഞ്ഞ് ഫലിപ്പിക്കാൻ വേണ്ടി എഴുതി വെക്കണതാണത്. പക്ഷേ എനിക്ക് ആ പോയിൻ്റ് കിട്ടാൻ വേണ്ടി ഞാൻ ക്യാച്ച് ചെയ്യണതാണത്, പെട്ടെന്ന് ക്യാച്ച് ചെയ്തത്. അതുപോലെ തന്നെയാണ് നമ്മളും ദൈവദൃശ്യനെ പറയണമെങ്കിൽ എന്തുമാത്രം കാര്യം പറയാനുണ്ടാവും. പക്ഷേ നിങ്ങളിവിടെ വരുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക് സ്കാൻ ചെയ്ത് നിങ്ങളുടെ മനസ്സുള്ള മുഴുവനും സംഭവങ്ങൾ അമ്മ എടുക്കും. ഇതുപോലെ തന്നെ എന്നിട്ട് നമ്മൾ ഇതുപോലെ ഈ ജിയോയെപ്പോലെ സത്യസന്ധമാണെന്ന് കണ്ടാൽ നമ്മളോട് ദൈവം ഓരോ ആയുധങ്ങൾ ഓരോ സമയത്ത് യുദ്ധത്തിന് ആവശ്യമായ ആയുധങ്ങളെ ഇട്ടുതരും. അതെല്ലാം ഈ വചനത്തിൽ എല്ലാത്തിനും ആയുധരിപ്പുണ്ട്. അപ്പോൾ ദൈവം പെറുക്കി എറിഞ്ഞു തരും. അപ്പം അത് പിടിക്കുമെന്നറിയാം. നമ്മളിങ്ങനെ ഈ വചനം കൊടുക്കുമ്പോൾ പിടിക്കാൻ ഇവന് നല്ല മരുങ്ങാണ്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം വചനം ഈ ലീഗൽ നിയമയുദ്ധം നടക്കുന്ന കാലത്ത് വചനം വായിക്കുമ്പോൾ ചില വചനങ്ങളിങ്ങനെ അഭിഷേകമായിട്ട് വന്ന് ആത്മാവിലേക്കാണ് കയറിയിരിക്കും. അങ്ങനൊരു വചനമാണ് ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ ഈ സമയം ജിയോ നീ എന്ത് ചെയ്യണമെന്നറിയാവോ? എന്താണ് ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ
താഴ്മയോടെ നീ നിൽക്കുവിൻ. താഴ്മയോടെ നിൽക്കണം. നീ ഓവർ എൻതൂസിയാസം കാണിക്കരുത്. നിൻ്റെ മിസ്റ്റേക്ക് ഇല്ലെന്ന് നിനക്കറിയാം. മിസ്റ്റേക്ക് ഇല്ലാതെ വരുമ്പോൾ നമുക്ക് എന്തുണ്ടാവും? അഹങ്കാരം ഉണ്ടാവും. അതാണ് വിഷയം. മിസ്റ്റേക്ക് നമ്മുടെ കയ്യിൽ ഇല്ലെങ്കിലേ നമുക്ക് ഉള്ളിലൊരു അഹങ്കാരം ഉണ്ടാവും. അതാണ് വിഷയം. നമ്മൾ തെറ്റുകാരനല്ല എന്നുണ്ടെങ്കിൽ ആ തെറ്റുകാരൻ അല്ലാത്ത അവസ്ഥ തന്നെ ആത്മീയമായിട്ടൊരു തെറ്റായിട്ട് മാറും. എന്താ കാര്യം? നമുക്ക് അഹങ്കാരം ഉണ്ടാവും. അല്ലെങ്കിലും എപ്പോഴും നമ്മൾ ദൈവത്തിൻ്റെ എപ്പോഴും നിൽക്കണം. താഴ്മയോടെ നിൽക്കാൻ പറഞ്ഞ അതിൻ്റെ അകത്തുള്ള ഒന്നാമത്തെ കാര്യം അകത്തെ ക്യാരിയോട് ചെയ്തുകൊണ്ട് നിൽക്കരുതെന്ന് എൻ്റെ അർത്ഥം. അഹങ്കാരം വെച്ചാൽ അകത്തെ ക്യാരി ചെയ്യും, അകത്തെ ഇങ്ങനെ ഭവിച്ചുകൊണ്ട് നിൽക്കും. ഞാൻ ഇപ്പം കർത്താവ് അവരോട് പറഞ്ഞില്ലേ, യഹൂദ പുരോഹിതന്മാരോട് പറഞ്ഞില്ലേ, എങ്കിലും പിന്നീട് പശ്ചാത്തപിച്ച് അവൻ പോയി. 32 വയസ്സ് 32. എന്തെന്നാൽ യോഹന്നാൻ നീതിയുടെ മാർഗത്തിലൂടെ നിങ്ങളെ സമീപിച്ചു. നിങ്ങൾ അവനിൽ വിശ്വസിച്ചില്ല. എന്നാൽ ചുങ്കക്കാരും വേശ്യകളും അവനിൽ വിശ്വസിച്ചു. നിങ്ങൾ അത് കണ്ടിട്ടും അവനിൽ വിശ്വസിക്കത്തക്ക വിധം അനുദപിച്ചില്ല. അതാണ് വിഷയം. അതായത് ഇതിൻ്റെ അകത്തൊരു സെൽഫ് എസ്റ്റീം കയറി വരുന്നുണ്ട്. അതായത് ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ ദൈവത്തിൻ്റെ തിരുസന്നിധിയിലാണെങ്കിൽ ഒറ്റ നിപ്പേ പറ്റത്തുള്ളു. മനസ്സിലായില്ലേ? ദൈവത്തിൻ്റെ തിരുസന്നിധിയിലാണെങ്കിൽ ഒറ്റ നിപ്പേ പറ്റത്തുള്ളൂ. എന്താണ്? താഴ്മയോടെ നിൽക്കണം. ഞാനെന്ന് പറഞ്ഞ് നിൽക്കരുത്. ഇവരെന്താണ് സംഭവിച്ചിരിക്കുന്നത്? യഹൂദ പുരോഹിതന്മാർക്ക് എന്താ സംഭവിക്കുന്നത്? യോഹന്നാൻ ആരാണ്? ഏത് യോഹന്നാനാണ്? മംതാന സ്നാപകൻ. അവൻ നീതിയുടെ മാർഗത്തിലൂടെ വന്നു. നിങ്ങൾ അവനെ റിജക്റ്റ് ചെയ്തു. ആര്? യഹൂദ പുരോഹിതന്മാരും സ്കൈബന്മാരും അതുപോലെ തന്നെ പ്രൈസേഴ്സും റിജക്റ്റ് ചെയ്തു. പക്ഷെ ആരാണ് അവനെ അക്സെപ്റ്റ് ചെയ്തത്? ചുങ്കക്കാരും പാപികളും മാനസാന്തരപ്പെട്ടു. അവർ കൊടിയ പാപികൾ മാനസാന്തരപ്പെട്ടു. അവർ മാനസാന്തരപ്പെട്ടത് കണ്ടിട്ട് പോലും നിങ്ങൾ അവനിൽ വിശ്വസിച്ചില്ല. കാര്യം എന്താണ്? നിങ്ങൾ വലിയ കേമന്മാരാണെന്ന് പറഞ്ഞിരുന്നെന്ന വിഷയം. അവിടെ താഴ്മയില്ലല്ലോ. അവിടെ താഴ്മയില്ല. ദൈവതിരുസന്നിധിയിൽ ഒരു കേമത്വത്തിന് യാതൊരു പ്രസക്തിയുമില്ല. അത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. ഞങ്ങൾക്ക് ഇടവേളയൊക്കെ ചെല്ലുമ്പോൾ പണ്ട് കാരിസ്മാറ്റിക് നല്ല തലമൂത്ത കാലം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ പോയി പങ്കെടുത്ത ആൾക്കാർ അവരോടൊക്കെ സംസാരിക്കുമ്പോൾ പട്ടാളക്കാരോട് സംസാരിക്കാൻ അവരിരിക്കും. പട്ടാളക്കാരോട് സംസാരിച്ചാൽ പട്ടാളക്കാരെന്ത് ചെയ്യുന്നറിയാമോ? മറ്റുള്ളവരെ സിവിലിയന്മാരെന്നാണ് വിളിക്കണത്. പട്ടാളക്കാരെല്ലാവരും തന്നെ കോമൺ പീപ്പിളിനെ പബ്ലിക്കിനെ സിവിലിയൻ എന്നാണ് വിളിക്കണത്. വെച്ച് കഴിഞ്ഞാൽ നോട്ട് ട്രെയിൻഡ് പീപ്പിൾ എന്നാണ് എൻ്റെ അർത്ഥം. നോട്ട് ട്രെയിൻഡ് പീപ്പിൾ. അവരെ പഠിപ്പിച്ചിരിക്കുന്നത് അങ്ങനെയാണ്. ഈ സിവിലിയൻ എന്ന് പറയുന്ന ബുദ്ധിയും ബോധം ഇല്ലാത്തതിനെ സംരക്ഷിക്കാനാണ് അവർ തോക്കെടുത്ത് ഈ അഭ്യാസം പഠിച്ചിരിക്കണമെന്നാണ്. അതാണ് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. ഇപ്പോൾ സിവിലിയൻ എന്നാണ് പട്ടാളക്കാർ നമ്മളെ വിളിക്കുന്നത് എല്ലാവരും തന്നെ. ഇതുപോലെ ഈ കരിസ്മാറ്റിക് നവീകരണത്തിൽ വന്ന ആൾക്കാർ നാട്ടുകാരെ വിളിക്കുന്നത് ലോകത്താന്മാരെന്ന് വിളിക്കും. ഇതാണ് വിഷയം. ഈ ഒരു മനോഭാവം വർക്കൗട്ട് ചെയ്യത്തില്ല. അവിടെ വിഷയം അതാണ് പറയുന്നത്. നിങ്ങൾ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ കണ്ടേ. അപ്പോൾ അതായത് ഈ മനുഷ്യന് ജസ്റ്റിഫൈ ചെയ്യാൻ 100,000 ഗ്രൗണ്ടുകളാണ്. കാര്യം ഈ ചെയ്തു കൂട്ടുന്ന പുണ്യങ്ങളെല്ലാം ക്ലെയിമിന് പറ്റണതാണ്. പക്ഷേ ക്ലെയിം ഒന്നും കാണിക്കരുതെന്നാണ് ഈശോ പറയണത് അയാളോട്. ഇപ്പോൾ ചുങ്കക്കാരനും ഫരിസേനും പോയി പ്രാർത്ഥിക്കണില്ലേ, ഞാൻ ആഴ്ചയിൽ ഒരു ഉപവസിക്കുന്നു, എല്ലാത്തിൻ്റെ ദശാംശം കൊടുക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ ചുങ്കക്കാരനാകട്ടെ അകലെ നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ സ്വർഗത്തിൽ കണ്ണു ഉയർത്താൻ പോലും നിവൃത്തിയില്ലാതെ ദൈവമേ പാവിയായ എൻ്റെ മേൽ കരിയണം. ക്ലെയിമില്ല. അപ്പം നമ്മൾ എന്ത് ക്ലെയിം എടുത്താലും ദൈവത്തിൻ്റെ ക്ലെയിം അല്ല. ക്ലെയിമിനെക്കുറിച്ചൊരു അഹംഭാവം ചില സമയത്ത് നമുക്കുണ്ടാകും. ആധ്യാത്മിക അഹങ്കാരമാണ് സാധാരണ അഹങ്കാരത്തേക്കാൾ കൂടുതൽ. വെറുതെ ആ ക്ലെയിം അടിക്കും. ഇവർ എല്ലാ പരിപാടികളും കാണിക്കുന്നത് ക്ലെയിം ആകാൻ വേണ്ടിയാണ്. പക്ഷേ ദൈവതിരുസന്നിധി ക്ലെയിം ഒന്നും ഹോണർ ചെയ്യത്തില്ല.
അതുകൊണ്ട് ഈശോ തന്നെ പറഞ്ഞു, നിങ്ങൾ എന്ത് ക്ലെയിം എടുത്താലും ഒടുവിൽ പറയേണ്ട വാക്ക് എന്താണ്? ഞങ്ങൾ പ്രയോജനരഹിതന്മാരായ ദാസന്മാരാണ്, കടമ നിർവഹിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്ന് പറയണം. നിലപാടുകളാണത്. ആധ്യാത്മികമായ ഒരു നിലപാട് ക്രിസ്തീയ ജീവിതത്തിൽ വളരെ സിമ്പിളാണ്. അതുകൊണ്ട് ഇവനെ ഹെൽപ്പ് ചെയ്യാൻ നേരത്ത് ദൈവം ചെയ്യണം. ഒരാളെ ദൈവം ഹെൽപ്പ് ചെയ്യുമെന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. അതെന്താണ്? ദൈവം അവനെ എളിമപ്പെടുത്താൻ വേണ്ടിയുള്ള ആദ്യത്തെ ലോറി ഇറക്കും. ആദ്യത്തെ വണ്ടി വരും ഇവനെ എളിമപ്പെടുത്താൻ വേണ്ടി. ഇവനെ എളിമപ്പെടുത്താൻ വേണ്ടി ആദ്യത്തെ വണ്ടി വരും. പക്ഷേ ഇവന് പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിലേ മനസ്സിലാകത്തുള്ളൂ. ഇവൻ വലിയ തലയിൽ എല്ലാത്തിനും പരിപ്പിച്ച് നടക്കണവനായിരിക്കും. 15 വയസ്സുള്ള അവൻ്റെ മകൻ തന്നെ കയറിയിട്ട് പപ്പ ആ പറഞ്ഞത് ശരിയല്ല കേട്ടാ. അപ്പം അമ്മ പപ്പ എവിടെയിങ്ങനെ സംസാരിക്കണമെന്ന് അമ്മ ചോദിക്കും. പക്ഷേ അപ്പോഴേ അപ്പായിക്കത് ഹർട്ടാവും. അയാൾക്കത് വൈരാഗ്യമായി മാറും. തൻ്റെ കൊച്ച് തൻ്റെ മുമ്പ് വിട്ട് നിന്ന് തന്നെ എതിരെ സംസാരിച്ചല്ലോ. പക്ഷേ പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ മനസ്സിലാകും, എന്നെ വെളിമപ്പെടുത്താനുള്ള ദൈവത്തിൻ്റെ ആദ്യ നടപടി കഴിഞ്ഞു. പരിശുദ്ധാത്മാവ് ഇല്ലെന്നുണ്ടെങ്കിൽ ആ കൊച്ചിൻ്റെ തലേന്ന് ഞൊട്ടിക്കൊണ്ട് അയാൾ പോകും. അതാണ് വിഷയം വേണ്ടത്. എൻ്റെ വിഷയം വരുന്നത് ഇതാണ്. ഒരാളെ എളിമപ്പെടുത്താനുള്ള, ഇപ്പോൾ രോഗമായാലും, ഒരു രോഗം നിനക്ക് വന്നു, നിനക്ക് നിവൃത്തിയില്ലാതെ, അപ്പം അങ്ങനെ വരുമ്പോൾ മറ്റുള്ളൊരു സഹായം നിനക്ക് വേണം. ദാറ്റ് മീൻസ് നിന്നെ എളിമപ്പെടുത്തുകയാണ്. ദാറ്റ് മീൻസ് ദ ബ്ലെസ്സിങ് ഈസ് കമ്മിങ്. ഒരനുഗ്രഹം വരുന്നു എന്നതിൻ്റെ അർത്ഥം. അല്ല രോഗം വന്നു എന്ന് പറഞ്ഞ് മോന്തം കയറ്റി അടക്കരുത്. ഒരു അനുഗ്രഹം വരുന്നു എന്നതിൻ്റെ അർത്ഥം നിന്നെ കർത്താവ് ലിഫ്റ്റ് ചെയ്യാൻ പോകുന്നു. അതിൻ്റെ അർത്ഥം അതാണ്. ഒരു തകർച്ച വന്നാൽ നിങ്ങൾക്കറിയാമല്ലോ, അതിനർത്ഥം എന്താണ്? ദൈവത്തിലായിരിക്കും ചരിക്കരുത്. അതാണ് ഇവനോട് പറയണത്, നിന്നെ ഞാൻ ഹെൽപ്പ് ചെയ്യും. അതിൻ്റെ ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് വന്നിരിക്കുകയാണ്. എന്താണ് കാരണം? ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ താഴ്മയോട് നിൽക്കുക. തക്ക സമയമാകുമ്പോൾ ഞാൻ നിന്നെ ലിഫ്റ്റ് ചെയ്യുമെന്നാണ്. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. എന്റെ കൊച്ചു ജീവിതത്തെ അപ്പം നമ്മൾ ചില സമയത്തെങ്കിലും സൂക്ഷിച്ചില്ലെങ്കിൽ ലോകത്തിന് അകപ്പെട്ടു പോകും. ലോകത്തിൻ്റെ അഭിവാഞ്ചകൾക്ക് അകപ്പെട്ടു പോകും. ലോകത്തിൻ്റെ അതേ ആയുധങ്ങൾ നമ്മളെടുക്കും പിടിച്ചു നിൽക്കാൻ വേണ്ടി. ചിലപ്പോൾ കള്ളത്തരം പറയും, ചിലപ്പോൾ നുണ പറയും. പിടിച്ചു നിൽക്കാൻ വേണ്ടിയാണ് പറയണത്. അപ്പോൾ ദൈവത്തിന് നമ്മളെ പേടി വരും, എങ്ങാനും ഇവൻ നുണ പറയുമോ എന്ന് വിചാരിച്ച്. ഒരു ചൂട് കൂടുമ്പോഴേ, പൊള്ളുമ്പോഴേ പിടിച്ചു നിൽക്കാൻ വേണ്ടി നമ്മൾ ഒരു കള്ളം പറയുമോ. പല പൊള്ളുകലും വരുമ്പോഴാണല്ലോ ആൾക്കാർ കള്ളം പറയണത്. അപ്പോൾ ദൈവത്തിന് പേടിയാണ്, എൻ്റെ ദൈവ പൈതൽ പിടിച്ചു നിൽക്കാൻ വേണ്ടി ഒരു കള്ളം പറഞ്ഞേക്കുമോ ഇരിക്കുമ്പോൾ ദൈവത്തിന് പേടിയാണ്. അപ്പം അതുകൊണ്ട് ദൈവം കോടതി കള്ളം പറയാതിരിക്കാൻ വേണ്ടി ജിയോയോട് പറയും, നീ ഫിലിപ്പി 2:15 വായിക്കാൻ പറയും. ഉടനെ ജിയോ, ഷൈല എന്നാണ് വൈഫിൻ്റെ പേര്, ഷൈല ഈശോ 2:15 വായിക്കാൻ പറയണല്ലോ, എന്തായിരിക്കും പ്രശ്നം? ഷൈല ഈശോ 2:15 വായിക്കാൻ പറയണല്ലോ. ഫിലിപ്പി വായിച്ചേ ഹല്ലേലൂയ. ഫിലിപ്പി 2:15. അങ്ങനെ നിങ്ങൾ നിർദോഷരും നിഷ്കളങ്കരുമായി തീർന്ന, അതാണ് വിഷയം, നിർദോഷരും നിഷ്കളങ്കരുമായി തീർന്ന് വഴിപിഴച്ചതും വക്രതയുള്ളതുമായ തലമുറയുടെ ഇടയിൽ കുറ്റമറ്റ ദൈവമക്കളാകട്ടെ. അവരുടെ മധ്യേ ലോകത്തിൽ നിങ്ങൾ വെളിച്ചമായി പ്രകാശിക്കുകയും ചെയ്യട്ടെ. ഇതാണ് സുവിശേഷം. ജീവമരണ ചക്രശ്വാസം വലിച്ചുള്ള നടപടിയല്ലേ. അതിൻ്റെ ഇടയ്ക്ക് ഇവനിൽ നിന്ന് അല്പം പോലും കളങ്കം കയറാതിരിക്കാൻ വേണ്ടി സീൽ ചെയ്യണം. കണ്ടില്ലേ, എന്ത് പ്രൊട്ടക്ഷനാണ്.
ആ വചനം. ഇവന് എന്ത് വചനമാണ് ആവശ്യം ആ വചനം വെളിപ്പെടുത്തി കൊടുക്കും. യുദ്ധമാണ് നടക്കുകയാണ്, ലോകവുമായിട്ടുള്ള യുദ്ധം നടക്കുകയാണ്. വക്രതയാർന്ന ജനതയും വഞ്ചനയാർന്ന ജനതയുമായിട്ട് ഒരു യുദ്ധം നടക്കുകയാണ്. അപ്പോൾ ദൈവത്തിന് നീതിമാനം ദൈവം നീതിയുടെ ആയുധങ്ങൾ എറിഞ്ഞു കൊടുക്കുക. അതാണ് ഈ എഫേസ്യൻസൊക്കെ പറയണത്. 6:25 വായിച്ചേ. എഫേസ്യസ് 6:25. ശ്രുതികട ഹല്ലേലൂയ 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 ഹല്ലേലൂയ. എഫേസ്യസ് 6:13. അതിനാൽ ദൈവത്തിന്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ. എല്ലാ ആയുധങ്ങളും. അത് ലോകവുമായിട്ട് നമ്മൾ ഇപ്പം ജിയോയെ പോലെ വക്രതയാർന്ന ലോകമാണ്, വഞ്ചനയാർന്ന ലോകമാണ്, തട്ടിപ്പിൻ്റെ ലോകമാണ്. അയാളാണ് ഇയാളെ കുടുക്കിയിരിക്കുന്നത്. ആ മന്ത്രിയും ഫസ്റ്റാണ്, അതിനകത്തുണ്ടായിരുന്ന ആക്ടിങ് അക്കൗണ്ടൻ്റ് ഏജൻറ്റുമാരും എല്ലാം കൂടി കുരുക്കിയിരിക്കുകയാണ്. അപ്പോൾ എല്ലാം തന്ത്രമാണ്. അപ്പം അങ്ങനെ ഇതിപ്പോൾ ഈ വക്രതയാർന്ന ലോകത്ത് നിഷ്കളങ്കരും സംശുദ്ധരുമായിരിക്കാൻ വേണ്ടി ലോകത്തിൻ്റെ സ്ഥാപനം മുതൽ നമ്മളെ ക്രിസ്തു തിരഞ്ഞെടുത്താനുള്ള ബോധ്യത്തോടു കൂടി ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ. 6:13 വായിച്ചേ. തിന്മയുടെ ദിനത്തിൽ ചെറുത്ത് നിൽക്കാനും. എഫേസ്യസ് 6:13 ഏറ്റു പറഞ്ഞ തിന്മയുടെ ദിനത്തിൽ ചെറുത്തു നിൽക്കാനും എല്ലാ കർത്തവ്യങ്ങളും നിറവേറ്റിക്കൊണ്ട് പിടിച്ചു നിൽക്കാനും അങ്ങനെ നിങ്ങൾക്ക് സാധിക്കും. അതിനാൽ സത്യം കൊണ്ട് അരമുറുക്കി നീതിയുടെ കവചം ധരിച്ച് നിങ്ങൾ ഉറച്ചു നിൽക്കുവിൻ. സമാധാനത്തിന്റെ സുവിശേഷത്തിനുള്ള ഒരുക്കമാകുന്ന പാദരക്ഷകൾ ധരിക്കുവിൻ. സർവോപരി ദുഷ്ടന്റെ ജ്വലിക്കുന്ന കൂരമ്പുകളെ കെടുത്തുന്നതിന് നിങ്ങളെ ശക്തരാക്കുന്ന വിശ്വാസത്തിന്റെ പരിചയെടുക്കുവിൻ. രക്ഷയുടെ പടത്തൊപ്പി അണിയുകയും ദൈവവചനമാകുന്ന ആത്മാവിന്റെ വാൾ എടുക്കുകയും ചെയ്യുവിൻ. അപ്പോൾ ഈ വിഷയങ്ങളിൽ ഈ ആത്മീയ യുദ്ധത്തിൽ എപ്പോഴും നമുക്ക് ഉള്ള വിഷയം ഉപയോഗിക്കേണ്ടതെല്ലാം സ്പിരിച്വൽ വെപ്പൺസ് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. ലോകത്തിൻ്റെ കള്ളവ്, അവന് നുണ, അല്ലെങ്കിൽ മിണ്ടാതിരിക്കുന്നത് ചിലപ്പോൾ നുണയുടെ ഫലം ചെയ്യും. ചിലർ മിണ്ടാതിരിക്കുമല്ല. അപ്പം ഇങ്ങനെ തന്ത്രങ്ങളൊന്നും കാണിക്കരുത്. ഈ തന്ത്രപരമായ വിഷയങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഈശോ പറയണത് ഇങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് നമ്മളെ തള്ളിക്കളയരുത് എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ഞങ്ങളെ പ്രലോഭനത്തിൽ, അതാണ് വിഷയം. ആത്മീയ യുദ്ധം നടക്കുമ്പോൾ നമ്മൾ തോറ്റുപോണ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിന് നമ്മളെ സഹായിക്കാൻ പറ്റാത്ത അവസ്ഥ കൊണ്ടാണ്. നമ്മൾ തോറ്റുപോകുന്നതിൻ്റെ കാരണം ദൈവത്തിന് നമ്മളെ സഹായിക്കാൻ പറ്റാത്ത അവസ്ഥ നമ്മൾ സാത്താൻ്റെ ആയുധങ്ങൾ ഉപയോഗിക്കുന്നത് കൊണ്ടാണ്. കള്ളത്തരവും വഞ്ചനയും ചതിയും ഒക്കെ ഉപയോഗിക്കുന്നത് കൊണ്ടാണ് ദൈവത്തിന് നമ്മളെ സഹായിക്കുക. ഇത് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാത്തതിൻ്റെ ഉത്തരവാണത്. മനസ്സിലായില്ലേ? പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാത്തതിൻ്റെയും ഒരു ഉത്തരം ഇതാണ്. എന്താ കാര്യം? ദൈവത്തിന് നിങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണില്ല. കാര്യം എന്താ? നിങ്ങളുടെ കയ്യിരിക്കുന്ന ആയുധങ്ങളെല്ലാം തന്നെ സാത്താൻ്റെ ആയുധങ്ങളാണ്. വഞ്ചന, കളവ്, ചതി, അഹങ്കാരം, ഈ സാധനങ്ങളൊക്കെ ഇരിക്കുകയാണ്. ഈ സാധനം വെച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ആയുധങ്ങൾ തരത്തില്ല, ഉപയോഗിക്കാൻ പറ്റത്തില്ല. അങ്ങനെയാണ് നമ്മൾ പല